सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। शुक्लां भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सुमुखश्चैकदन्तश्च कपिलो गजकर्णकः लम्बोदरश्च विकटो विघ्नराजो विनायकः धूमकेतुर्गणाध्यक्ष फालचन्द्रो गजाननः वक्रतुण्डशूर्पकर्णो हेरम्बस्कन्दपूर्वजः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। वन्दे श्रीचिन्मयानन्दं देशिकं ब्रह्मवित्तमं तत्त्वज्ञानोपदेष्टारं काश्युत्तरनिवासिनं। शरज्योत्स्नाशुद्धां शशियुरजटाजूडमकुडां वरत्रासत्राण स्फटिकगुडिकापुस्तककरां सकृन्नत्वा नत्वा कथमिव सदां सन्निधतते मधुक्षीरद्राक्षा मधुरिमधुरीणाफणितयः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगदा अजाढ्यं वाक्पटुत्वं च हनुमत्स्मरणात् भवेत्. സംപൂജ്യ സ്വാമിജിമാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ശേഷം ആരാധ്യ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഈ മഹത്തായിട്ടുള്ള സത്രസംരംഭത്തിൽ പങ്കെടുക്കാനുള്ളതായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. തീർച്ചയായിട്ടും സ്വാമിജിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതായിട്ടുള്ള അവസരമാണ്. അതിന് നിമിത്തമായിരുന്ന ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളോട് എനിക്കുള്ളതായിട്ടുള്ള കൃതജ്ഞതയെ ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. പരിശുദ്ധമായിരിക്കുന്ന അന്ധകരണത്തോടുകൂടി ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരുന്ന മഹാനായിരിക്കുന്ന നിമിചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സത്രശാലയിലേക്ക് യാദൃച്ഛികമായി ഒരു ദിവസം നവയോഗികൾ കടന്നു വന്നു. രാജാവ് അവരെ സൽക്കരിച്ചു, എതിരേറ്റ് സ്വീകരിച്ചു, ബഹുമാനിച്ചു, പൂജിച്ചു. എന്നിട്ട് ആസനത്തിലിരുത്തി. എന്നിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു. 9 ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചത്. നവയോഗികളാകട്ടെ ആ ഓരോ ചോദ്യത്തിനും വളരെ വളരെ വിശദമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്തു. ഭാഗവതം ഏകാദശ സ്കന്ധം 2-ാം അധ്യായത്തില് 28-ാമത്തെ ശ്ലോകം തൊട്ട് 5-ാം അധ്യായത്തില് 42-ാമത്തെ ശ്ലോകം വരെ 4 അധ്യായങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള 148 ശ്ലോകങ്ങളാണ് നിമി നവയോഗി സംവാദം. അതില് നിമിചക്രവർത്തി ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള ആദ്യത്തെ ചോദ്യം, ആത്യന്തികമായിരിക്കുന്ന ക്ഷേമം അത് പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഭാഗവത ധർമ്മം എന്താണ് എന്നാണ് ചോദിച്ചത്. അതിനുത്തരം പറഞ്ഞത് നവയോഗികളിൽ ആദ്യനായിരിക്കുന്ന കവി എന്ന യോഗിയാണ്. അദ്ദേഹം പറഞ്ഞു, ഭയദുഃഖ അനുഭവങ്ങൾ മാത്രമാണ് നമുക്ക് ഈ സംസാര ജീവിതം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം സംസാരത്തിൽപ്പെട്ടിട്ട് അശാന്തമായിരിക്കുന്ന മനസ്സോടുകൂടിയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ ആരാധിക്കലാണ് ഏറ്റവും വലിയ ധർമ്മം എന്നാദ്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഭഗവത് പാദാരവിന്ദ സേവനം. ആരാണ് ഭഗവാൻ എന്ന് നമ്മൾ ആദ്യം അറിയണം. ഭഗവാനെ കുറിച്ചിട്ട് പറയണോ സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, ഏകനാണ്, അദ്വയനാണ് എന്നൊക്കെ. വേറെ വേറെ നാമങ്ങൾ പറഞ്ഞുവെങ്കിലും വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. കാരണം അദ്വിതീയൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏകനായിരിക്കണം, സർവവ്യാപി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏകനായിരിക്കണം.
രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ സർവവ്യാപകത്വം നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് ഏകൻ എന്ന് വെച്ചാൽ തന്നെ അർത്ഥം സർവവ്യാപി എന്നാണ്. സർവവ്യാപി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം എല്ലായിടത്തും ഇരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും നടക്കുന്നതായിട്ടുള്ള എല്ലാറ്റിനെയും അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കണു. അതുകൊണ്ട് അദ്ദേഹം സർവജ്ഞനുമാണ്. അപ്പൊ സർവജ്ഞൻ എന്ന് പറഞ്ഞാലും സർവവ്യാപി എന്ന് പറഞ്ഞാലും ഏകൻ എന്ന് പറഞ്ഞാലും അദ്വയൻ എന്ന് പറഞ്ഞാലും അത് ആ ഒരേ ഒരു ഭഗവാനെ കുറിച്ചിട്ട് പറയുന്നതാണ്. ആ ഭഗവാനിൽ നിന്നാണ് ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൃഷ്ടി മുഴുവൻ ഭഗവാൻ തന്നെയാണ്. സാധാരണ യുക്തി കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു, സ്വർണത്തിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ ആഭരണങ്ങളും, വളയായിക്കോട്ടെ, മോതിരമായിക്കോട്ടെ, മാലയായിക്കോട്ടെ, എല്ലാം തന്നെ സ്വർണം തന്നെയാണല്ലോ. മണ്ണിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ കുടങ്ങളും അത് വ്യത്യസ്ത രൂപത്തോടു കൂടി ഉണ്ടാവും, വ്യത്യസ്തമായിരിക്കും അതിൻ്റെതായിരിക്കുന്ന ഉപയോഗം. പക്ഷെ എങ്കിലും അത് മുഴുവൻ തന്നെ മണ്ണ് തന്നെയാണല്ലോ. അതേപോലെ തന്നെ ആ ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സൃഷ്ടി മുഴുവൻ തന്നെ ഭഗവാൻ തന്നെയാണ്. ഈ ശരീരവും ഭഗവാനാണ്, ശരീരത്തിന്റെ അകത്തിരിക്കുന്നതും ഭഗവാനാണ്, ശരീരത്തിന്റെ പുറത്ത് വ്യാപിച്ചിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. വേദം അതുകൊണ്ടാണ് പറഞ്ഞത് സർവം ഖലു ഇദം ബ്രഹ്മ, ബ്രഹ്മമല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല, ഇതെല്ലാം തന്നെ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഞാൻ കാണുന്നതും കേൾക്കുന്നതും വ്യവഹരിക്കുന്നതും എല്ലാം തന്നെ എന്താണ്? ഭഗവാൻ തന്നെയാണല്ലോ. ഇതാണ് കവി 2-ാം അധ്യായത്തില് 41-ാമത്തെ ശ്ലോകത്തിൽ ആദ്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കണു. ഖം വായും അഗ്നിം സലിലം മഹിംശ്ച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാദീൻ സരിത് സമുദ്രാംശ ഹരേ ശരീരം യത് കിഞ്ചഭൂതം പ്രണമേത് അനന്യ. ഖം ആകാശം, വായു, പിന്നീട് അഗ്നി, സലിലം ജലമാണ്, മഹി എന്നുള്ളത് ഭൂമിയാണ്. അപ്പൊ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി തുടങ്ങിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ പഞ്ചഭൂതങ്ങളും ജ്യോതിംഷി, ആകാശത്തില് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ജ്യോതിർഗോളങ്ങളെല്ലാം, സത്വാനി, എല്ലാ പ്രാണികളും, ഇവിടെ എന്തെല്ലാം പ്രാണികളെ നമ്മൾ കാണുന്നുവോ അതെല്ലാം തന്നെയും, ദിശഹ, ദിക്കുകള്, ദ്രുമഹ, വൃക്ഷം, ആദീൻ തുടങ്ങിയവായിട്ടുള്ള എല്ലാ സൃഷ്ടികളും. മാത്രമല്ല വീണ്ടും പറഞ്ഞു യത് കിഞ്ചഭൂതം. യത് കിഞ്ചഭൂതം എന്താണ്? ഭൂതമാത്രമായിരിക്കുന്ന ഏതൊന്നും ഇവിടെ നിങ്ങൾ കാണുന്നുവോ അനുഭവിക്കുന്നുവോ അത് മുഴുവൻ തന്നെ. സരിത്ത്, നദികള്, സമുദ്രമാകട്ടെ, ഇതൊക്കെ എന്താണ്? ഹരേഹേ ശരീരം, ആ ഹരിയുടെ ശരീരം തന്നെയാണ്. അനന്യഹ, വേറെ ഒന്നുമല്ല, ആ ഭഗവാൻ ശ്രീഹരിയുടെ ശരീരം തന്നെയാണ് എന്ന് അറിഞ്ഞിട്ട്, എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് വേണം? പ്രണമേത്, അതിനെ എല്ലാറ്റിനെയും നമസ്കരിക്കൂ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ചിന്തിക്കുന്നതായിട്ട് സമയത്ത് എന്തുണ്ട്? നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം തന്നെ ഭഗവാൻ തന്നെ, ഭഗവാനോട് തന്നെ, ഭഗവാനിൽ തന്നെ. ഇത് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് കവി നമ്മളോട് പറഞ്ഞു തന്നത്, കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ അനുസൃത സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേരി സമർപ്പയേത് തത് എന്നവിടെ പറഞ്ഞു. സാധാരണ നമ്മൾ ഓരോ കർമ്മം ചെയ്തു കഴിഞ്ഞാലും ഇത് തന്നെ പറയണു. കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേരി സമർപ്പയാമി. ഞാൻ സമർപ്പിക്കണു എന്ന് കവി നമ്മളോട് പറഞ്ഞു. അതിനെ സമർപ്പിച്ചേക്കൂ എന്ന് പറഞ്ഞു. ശരീരം കൊണ്ടോ, വാക്കുകൊണ്ടോ, മനസ്സുകൊണ്ടോ, ഇന്ദ്രിയങ്ങളെ കൊണ്ടോ, ബുദ്ധി കൊണ്ടോ, അനുസൃത സ്വഭാവാത്, അവനവന് അനുസരിച്ചിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സ്വഭാവം കൊണ്ട് ഏതേത് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുവോ അതിന് മുഴുവൻ തന്നെ ഭഗവാനിൽ സമർപ്പിച്ചേക്കൂ. ഭഗവാൻ എവിടെ ഇരിക്കുന്നു? പരസ്മൈ നാരായണായേതി എന്നാ പറഞ്ഞത്. പരസ്മൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വ അന്തര്യാമിയായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീമൻ നാരായണനിൽ സമർപ്പിച്ചേക്കൂ എന്ന് പറഞ്ഞു. ആ നാരായണൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ആ നാരായണൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഇരിക്കുന്നത്, അന്തര്യാമിയായിട്ട് ആത്മസ്വരൂപമായിട്ടിരിക്കുന്നത്. അഹം അഹം എന്ന് നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ അത് ആ ഭഗവാൻ തന്നെയാണ്. ഇപ്രകാരം എല്ലാറ്റിനെയും ആ ഒരേ ഒരു ഭഗവാനായിട്ട് കാണുന്നതായിട്ട് സമയത്ത് ദ്വൈതഭാവം നീങ്ങുന്നു. രണ്ട്, ഞാനെന്നോ നീ എന്നോ എന്നുള്ളതായിട്ടുള്ള വ്യത്യാസം അവിടെ നീങ്ങി, ദ്വൈതഭാവം അവിടെ നീങ്ങി.
ദ്വൈതഭാവമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയവുമില്ല, ദുഃഖവുമില്ല. കാരണം ശാസ്ത്രം പറഞ്ഞു തരണോ, ദ്വിതീയാദ്വൈ ഭയം ഭവതി. രണ്ട് എന്ന് എപ്പോ നിങ്ങൾ അനുഭവിക്കുന്നുവോ അതോടുകൂടിയിട്ട് ഭയമുണ്ടാകുന്നു. ഭയദുഃഖങ്ങൾ നീങ്ങിക്കഴിഞ്ഞാലോ പരിപൂർണമായിട്ടുള്ള മനഃശാന്തിയാണ്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ദ്വൈതഭാവമാകട്ടെ വാസ്തവത്തിലില്ല, അത് മനസ്സ് സങ്കല്പിക്കുന്നതിനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഈശാദ് അപേദസ്യ വിപര്യോ അസ്മൃതി. ഈശാദ് അപേദസ്യ, ആ ഭഗവാനെ വിമുഖനായിട്ടുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തന്നെ മായ കൊണ്ട് അസ്മൃതി സംഭവിക്കുന്നു. ഞാൻ ആരാണ് എന്ന് മറന്നു പോകുന്നു, ആ മറവി സംഭവിക്കുന്നു. ആ മറവിയിൽ നിന്നും തെറ്റിദ്ധാരണയുണ്ടാകുന്നു. സ്വരൂപ വിസ്മൃതിയും തെറ്റിദ്ധാരണയുമാണ് എല്ലാ ഭയദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്നത്. അതിന് തന്നെയാണ് ആവരണ വിക്ഷേപങ്ങളായിട്ട് ശാസ്ത്രം പറഞ്ഞു തരുന്നത്. അതിന് തന്നെയാണ് തമോ ഗുണമായിട്ടും രജോ ഗുണമായിട്ടും നമ്മുടെ ശാസ്ത്രം പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്വപ്നം എന്നുള്ളതായിട്ടുള്ള അനുഭവത്തെ തന്നിട്ടുള്ളത്. ഇല്ലാത്ത ഒരു സ്വപ്ന ലോകത്തെ നമ്മൾ സൃഷ്ടിക്കുന്നു. ആ സ്വപ്ന ലോകത്തില് സുഖദുഃഖങ്ങളെ നമ്മൾ മാറി മാറി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ജാഗ്രതാവസ്ഥയിലും മനസ്സ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു. താൻ രചിച്ചതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ആ മനസ്സ് തന്നെ പ്രവർത്തിപ്പിച്ചു. ആ മനസ്സിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ആ പതിപ്പുകൾ തന്നെയാണ് സർവ അനുഭവങ്ങളും എന്നർത്ഥം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് വേണം, ജാഗ്രതാവസ്ഥയിൽ നമ്മുടെ മനസ്സിൽ പൊങ്ങി വരുന്നതായിട്ടുള്ള ചിന്തകള്, ആ ചിന്തകളുമായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ ചേരരുത്. അവയെ അവഗണിക്കുകയാണ് വേണ്ടത്. ഇത് സാധിച്ചാലാകട്ടെ ആ ഭഗവാന്റെ മംഗളകരമായിരിക്കുന്ന അവതാരങ്ങള്, ആ മനോഹരമായിട്ടുള്ള ഭഗവാന്റേതായിട്ടുള്ള നാമങ്ങള്, ആ നാമങ്ങളെയെല്ലാം തന്നെ ഭഗവാന്റെ ലീലകള്, ഇതൊക്കെ തന്നെ പാടിക്കൊണ്ട് സുഖമായിട്ട് ഈ സംസാരത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഭഗവാന്റെ ചിന്തകള് മനസ്സില്, അതായത് ഹൃദയത്തില് ഉറയ്ക്കും തോറും ഉന്മത്തനെ പോലെ ആ ഭഗവത് രസം കൊണ്ട്, ആ രസപാനം കൊണ്ട് മത്തുപിടിച്ചവനെന്ന പോലെ, ഭ്രാന്തനെ പോലെയോ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട്, ചിലപ്പോൾ ചിരിച്ചുകൊണ്ട്, ചിലപ്പോൾ നൃത്തം ചെയ്തുകൊണ്ട് ചുറ്റുപാടുകളെയൊക്കെ മറന്ന് ലോകബാഹ്യന്മാരായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്രകാരം ഇരിക്കുന്ന ആ നിരന്തരമായിരിക്കുന്ന ഭഗവാനോടുള്ള ഭക്തി വിഷയങ്ങളോട് വൈരാഗ്യത്തെ ഉണ്ടാക്കി തരുന്നു. കാരണം വിഷയങ്ങളെല്ലാം തന്നെ മായ കാഴ്ചകളാണ് എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഭഗവാൻ പരമമായിട്ടുള്ള ശാന്തി സ്വരൂപമാണ്. അതാണ് തത്വജ്ഞാനം. പിന്നീട് പരമമായിട്ടുള്ള ശാന്തി തന്നെ. അപ്പോൾ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി വിഷയ വൈരാഗ്യങ്ങളെ ഉണ്ടാക്കുന്നു. അത് തത്വജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. തത്വജ്ഞാനം പരമശാന്തിയെ പ്രദാനം ചെയ്യുന്നു. ഈ പരമശാന്തി എന്നുള്ളത് ഒരിക്കലും ഒരു അനുഭവമല്ല, അത് തന്റെ സ്വരൂപമാണ്. അങ്ങനെ തന്റെ സ്വരൂപത്തിലെത്തി നിൽക്കുന്നവനെ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും തന്നെ ആ സ്വരൂപം വിട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നില്ല. അവന് ച്യുതി എന്നുള്ളത് സംഭവിക്കുന്നേയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി അവിടെ അവസാനിപ്പിച്ചത്. ഇത്രയും കേട്ടതായിട്ട് സമയത്ത് നിമി ചക്രവർത്തിയുടെ ഉള്ളില് രണ്ടാമത്തെ ചോദ്യം ഉയർന്നു വന്നു. അദ്ദേഹം ചോദിച്ചു, ഇപ്രകാരം ഭഗവാനെ പരമമായിട്ടുള്ള ഭക്തിയോടുകൂടി ഉപാസിക്കുന്നവൻ, ആ ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തനുണ്ടല്ലോ, അവന്റെ ലക്ഷണങ്ങൾ എന്താണ്, അവന്റെ ധർമ്മം എന്താണ്, അവന്റെ സ്വഭാവം എന്താണ്, അവന്റെ പെരുമാറ്റം എന്താണ്, അവൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്, വിശദമായിട്ട് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് നവയോഗികളിൽ രണ്ടാമത്തവൻ ഹരി എന്ന് പേരുള്ളതായിട്ടുള്ള നവയോഗി അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹരി ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ഉത്തമ, മധ്യമ, പ്രാകൃത ഭക്തന്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ 3 ശ്ലോകങ്ങളിൽ കൂടിയിട്ടാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകം, സർവഭൂതേഷു യപ്പശ്യേത് ഭഗവത് ഭാവമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മനി ഏഷ ഭാഗവതോത്തമഃ. ഉത്തമ ഭക്തനായിട്ടുള്ളവൻ സൃഷ്ടിയിൽ മുഴുവൻ തന്നെ ഭഗവാനെ കാണുന്നു. ആ സൃഷ്ടി മുഴുവൻ തന്നെ ഭഗവാനിലുള്ളതായിട്ടും കാണുന്നു. ഇത് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീത 6-ാം അധ്യായത്തിൽ പറഞ്ഞത്, യോ മാം പശ്യതി സർവത്ര സർവം ക്ഷ മയി പശ്യതി. ആരാണോ
മാം പശ്യതി സർവത്ര, എല്ലായിടത്തും എന്നെ കാണുന്നത്. മാത്രമല്ല സർവം ച, ഈ എല്ലാ സൃഷ്ടികളും തന്നെ മയി എന്നിലിരിക്കുന്നതായിട്ടും കാണുന്നത്. അവനാണ് ശ്രേഷ്ഠൻ, അവനാണ് ഉത്തമ ഭക്തൻ. വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറഞ്ഞു, ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനിജ ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. ആ സമദർശിയായിരിക്കുന്നതായിട്ടുള്ള ഉത്തമ ഭക്തൻ എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണുന്നു, എല്ലാ ഭൂതങ്ങളും ഭഗവാനിലിരിക്കുന്നതായിട്ടും കാണുന്നു. നേരെ മറിച്ചിട്ട് മധ്യമ ഭക്തനാകട്ടെ ഭക്തരിൽ സൗഹൃദമുള്ളവനാണ്, നേരെ മറിച്ചിട്ട് അറിവില്ലാത്തവരില് ദയയുള്ളവനാണ്, ശത്രുക്കളില് ഉപേക്ഷയുള്ളവനാണ്. അത് ഹരി പറയുന്നു, ഈശ്വരേ തദീനേഷു ബാലിഷേഷു ദ്വിഷത്സു ച പ്രേമ മൈത്രി കൃപോപേക്ഷ യകരോതി സ മധ്യമഃ. ഈശ്വരനിൽ പ്രേമം, തദീനേഷു ആ ഭക്തന്മാരിൽ മൈത്രി, ബാലിശേഷു അറിവില്ലാത്തവരിലാകട്ടെ കൃപ, ദ്വിഷത്സു ശത്രുക്കളിലാകട്ടെ ഉപേക്ഷ. ഇങ്ങനെ വേറെ വേറെ ആയിട്ട് അവൻ കാണുന്നു സൃഷ്ടിയെ. അതോടുകൂടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റം, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളെല്ലാം തന്നെ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് അവനെ ഉത്തമ ഭക്തൻ്റെതായിട്ടുള്ള ആ ഒരു ശ്രേണിയിൽ പെടുത്തിക്കൂടാ, അവൻ മധ്യമ ഭക്തൻ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. വീണ്ടും അവസാനത്തെ ഭക്തൻ പ്രാകൃത ഭക്തൻ എങ്ങനെയിരിക്കുന്നു എന്ന് പറഞ്ഞു തരണു. അർച്ചായാമേവ ഹരേ പൂജാം യശ്രദ്ധയേ ഹരേ ന തദ്ഭക്തേഷു ചാന്യേഷു സ ഭക്ത പ്രാകൃത സ്മൃതഃ. അർച്ചായാമേവ ഹരേ, ആ ഭഗവാൻ ശ്രീഹരിയുടേതായിട്ടുള്ള അർച്ചാ വിഗ്രഹങ്ങളിൽ മാത്രം അവൻ ഭഗവാനെ കാണുന്നു. അവൻ എന്ത് ചെയ്യുന്നു? ആ ഭഗവാനെ പൂജിക്കുന്നു. എങ്ങനെ? ശ്രദ്ധയായിഹത എന്നാ പറയുന്നത്. വളരെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അവൻ അർച്ചാ വിഗ്രഹങ്ങളിൽ ഭഗവാനെ കണ്ട് പൂജിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെയോ ന തദ്ഭക്തേഷു, ഭഗവാന്റെ ഭക്തന്മാരിൽ അവൻ ഇങ്ങനെ ഒരു ഭാവമേയില്ല. അന്യേഷു, മറ്റുള്ള ആ സൃഷ്ടികളിലാകട്ടെ അതിനെക്കുറിച്ചിട്ട് പറയുകയും വേണ്ട. അങ്ങനെ ഇരിക്കുന്ന സഭക്ത പ്രാകൃത സ്മൃത, അവനെയാണ് പ്രാകൃത ഭക്തൻ എന്ന് പറഞ്ഞത്. ഇത് തന്നെ ശാസ്ത്രത്തിൽ വേറൊരു ശ്ലോകത്തിൽ പറഞ്ഞു തരണു. പ്രഥമ പ്രതിമാ പൂജ ജപസ്തോത്രാണി മധ്യമ ഉത്തമ മാനസീ പൂജ സോഹം പൂജ ഉത്തമോത്തമ. പ്രഥമാ പൂജ, ആ പ്രതിമയിലുള്ളതായിട്ടുള്ള പൂജയുണ്ടല്ലോ, അത് പ്രഥമ, ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഒന്നാമത്തെ സ്റ്റെപ്പാണത്. അവിടെ നമ്മൾ നിന്നുകൂടാ, അവിടെ നിന്ന് നമ്മൾ ഉയരണം, രണ്ടാമത്തെ പടിയിലേക്ക് ഉയരണം. രണ്ടാമത്തെ പടി എന്താണ്? ജപസ്തോത്രാണി, ആ ഭഗവാനെ കുറിച്ചിട്ട് നാമജപം ചെയ്യൂ, ആ ഭഗവാനെ കുറിച്ചിട്ട് സ്തോത്രങ്ങളൊക്കെ ചെയ്യൂ. അത് രണ്ടാമത്തെ പടിയാണ്. അവിടെയും നിന്നുകൂടാ, അവിടുന്ന് മൂന്നാമത്തെ പടിയുണ്ട്, മൂന്നാമത്തെ പടിയിലേക്ക് കയറണം. അതാണ് ഉത്തമം. അത് മാനസീ പൂജ, മാനസ പൂജയാണ്. ശങ്കരാചാര്യ സ്വാമികള് എല്ലാ ദേവതകൾക്കും മാനസപൂജ രചിച്ചിട്ടുണ്ട്. രത്നൈകൽപിതമാസനം ഹിമജലൈഹി സ്നാനം ച ദിവ്യാംബരം. ശിവനെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ആ മാനസപൂജ തുടങ്ങുന്നു. ഇപ്രകാരം എല്ലാ ദേവതകൾക്കും അദ്ദേഹം മാനസപൂജ രചിച്ചിരിക്കണോ. ആ മാനസപൂജയാണ് ഉത്തമമായിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ടുണ്ടാവും. ഇനിയോ ഇത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട്. ഉത്തമോത്തമ, ഉത്തമത്തിൽ വെച്ചിട്ട് ഉത്തമമായിരിക്കുന്ന വേറൊന്നുണ്ട്. അതെന്താണ്? സോഹം പൂജ. സഹ അഹം, അഹം സഹ എന്നുള്ളതായിട്ടുള്ള ഹംസമന്ത്രം കൊണ്ടുള്ളതായിട്ടുള്ള പൂജ. ഏതൊരു ഭഗവാനെയാണോ ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത്, സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഭഗവാൻ തന്നെയാണ് അഹം എന്നുള്ളതായിട്ടുള്ള ഭാവത്തിൽ എന്റെ ഉള്ളിലിരിക്കുന്നത്. സഹ അഹം, അഹം സഹ, അത് സോഹം പൂജയാണ്. അതാണ് ഉത്തമോത്തമ എന്ന് പറഞ്ഞിരുന്നു. ഇപ്രകാരം ഹരി 3 ഭക്തന്മാരുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ 3 ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞുകൊടുത്തു. പിന്നീട് അദ്ദേഹം ഉത്തമ ഭക്തന്റേതായിട്ടുള്ള ലക്ഷണം 8 ശ്ലോകങ്ങളിൽ കൂടിയിട്ട്, 48 മുതൽ 55 വരെയുള്ള 8 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരണു. എന്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉത്തമ ഭക്തന്മാരായിട്ട് തീരണം നമ്മളൊക്കെ. അതിനു വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ദ്രിയ വിഷയ അനുഭവങ്ങൾ ഒരിക്കലും തന്നെ ആ ഉത്തമ ഭക്തനെ സന്തോഷിപ്പിക്കുന്നുമില്ല, അവനിൽ ദേഷ്യത്തെ ഉണ്ടാക്കുന്നുമില്ല. ന ഹൃഷ്യതേ ന ദ്വേഷ്ടി എന്ന് പറഞ്ഞു. പിന്നെയോ സുഖദുഃഖ അനുഭവങ്ങൾക്കൊക്കെ തന്നെ കാരണമായിരിക്കുന്നത് എന്താണ്? അത് ഭഗവാന്റെ മായയാണ്.
കാരണം ഭഗവാന്റെ മായയിൽ നിന്നാണ് വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഭഗവാന്റെ മായയിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എപ്പോഴാണോ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോഴാണ് നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ഭഗവാൻ നമുക്ക് പറഞ്ഞു തരണു. അപ്പൊ ഇത് മുഴുവൻ തന്നെ എന്താണ്? മായയാണ്. മാത്രവുമല്ല സുഖം ദുഃഖം എന്നുള്ളത് എന്താണ്? സുഖം ദുഃഖം എന്നുള്ളത് മനസ്സിൽ പൊങ്ങി വരുന്നതായിട്ട് ചിന്തകൾ മാത്രമാണ്. മനസ്സിൽ പൊങ്ങി വരുന്നതായിട്ട് ചിന്തകള് മനോധർമ്മമാണ്. ആ മനോധർമ്മത്തെ നമ്മൾ ആത്മധർമ്മമായിട്ട് സ്വീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറയാം. മനസ്സിൽ ആ ചിന്തകൾ അങ്ങ് പൊങ്ങി വന്നോട്ടെ. ആ പൊങ്ങി വരുന്നതായിട്ട് സമയത്ത് അതിനോട് നമ്മൾ എന്തിന് ചേരുന്നു എന്നുള്ളതാണ്. അത് തന്നെ ഭഗവാൻ പറഞ്ഞു, സുഖദുഃഖേ സമയകൃത്വ, സമമായിട്ട് കാണുമെന്നല്ലേ പറഞ്ഞത്. എങ്ങനെയാണ് സമമായിട്ട് കാണുന്നത്? നോക്കൂ, എന്റെ മുന്നില് 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ തിളയ്ക്കുന്ന വെള്ളമാണ്, ഒരു ഗ്ലാസ്സിൽ നല്ല ഐസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതില് ഒരു ഗ്ലാസ് തൊട്ട് കഴിഞ്ഞാൽ എന്റെ കൈ പൊള്ളും, വേറൊരു ഗ്ലാസ് തൊട്ട് കഴിഞ്ഞാൽ എന്റെ കൈ തരിക്കും. പക്ഷേ എനിക്ക് വിവേക ബുദ്ധി ഉപയോഗിച്ചിട്ട് രണ്ടിനെയും തൊടാതിരിക്കാം. രണ്ടും തൊട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ചൂട് അല്ലെങ്കിൽ തണുപ്പ്, സുഖം അല്ലെങ്കിൽ ദുഃഖം ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു. ഞാൻ തൊട്ടില്ലെങ്കിലോ സുഖദുഃഖങ്ങൾ സമമായിട്ട് തീരുന്നു. അപ്പൊ മനസ്സിൽ പൊങ്ങി വരുന്നതായിട്ട് ചിന്തകളെ നമ്മൾ എന്ത് വേണം? സാക്ഷിഭാവത്തില് ഞാൻ ആരാണ്? സാക്ഷിയായിരിക്കുന്ന ആത്മസ്വരൂപമാണ് എന്നുള്ളതായിട്ടുള്ള ഭാവത്തോട് കൂടിയിട്ട് അവയോട് സ്പർശിക്കരുത്, അവയെ തുടരുത്, അവയോട് ചേരരുത്. അവയോട് ചേരാതിരുന്നാൽ എനിക്ക് എപ്പോഴും സമഭാവം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഉത്തമ ഭക്തൻ ഇപ്രകാരം നിരന്തരം ഭഗവത് സ്മരണയിലായതുകൊണ്ട് ഷഡൂർമികൾ അവനെ ബാധിക്കുന്നില്ല. ഷഡൂർമികള് 6 തരത്തിലുള്ളതായിട്ടുള്ള വന്നും പോയും കൊണ്ടിരിക്കുന്നു. ഊർമി എന്ന് വെച്ചാൽ തിരമാലയാണ്. തിരമാല പൊങ്ങി വരുന്നു, അതേമാതിരി താണു പോകുന്നു. 6 പറഞ്ഞു തരുന്നു. ശരിക്ക് ശരീരത്തിൻ്റെതായിട്ടുള്ള ഊർമികളായിരിക്കുന്ന ജനന മരണങ്ങള്, പ്രാണന്റേതായിട്ടുള്ള ഊർമികള് വിശപ്പും ദാഹവും, വീണ്ടും മനസ്സിന്റെ ധർമ്മമായിരിക്കുന്നതായിട്ടുള്ള സുഖവും ദുഃഖവും. ഇവയൊക്കെ എന്താണ്? മനസ്സിൽ വരികയും പോവുകയും ചെയ്യുന്നതായിരിക്കുന്ന ചിന്തകൾ മാത്രമാണ്. അവയുമായിട്ട് ഞാൻ ഒരിക്കലും തന്നെ ചേരില്ല. അവയുടെ പാട്ടിൽ വന്നോട്ടെ, ഞാൻ അവയെ സാക്ഷിഭാവത്തിന് നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണം. ഇനിയോ ഭാവിയില് നമുക്ക് ജനനത്തിന് കാരണമായേക്കും എന്നുള്ളതായിട്ടുള്ള ആ അനുഭവം, ആ വിചാരം ആ ഉത്തമ ഭക്തൻ ഉള്ളതുകൊണ്ട് അവന്റെ ഉള്ളില് കർമ്മം ചെയ്യാനുള്ളതായിട്ടുള്ള പ്രേരണ ഉണ്ടാകുന്നേയില്ല എന്നാണ്. കാമകർമ്മ ബീജാനാം സംഭവഹാന. ഇതെങ്ങനെ സാധിക്കുന്നു? വാസുദൈവൈക നിലയ. ആ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കണം. പലതരത്തിലുള്ളതായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരും. ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ പോകും. ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ടാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇടയാകുന്നത്. അതിന് പകരമായിട്ട് അവ വരുന്നതായിട്ട് സമയത്ത് അവയെ മാറ്റി നിർത്തൂ. നാരായണ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ആ ചിന്തകളെ ഉടനെ തന്നെ നമ്മൾ എന്ത് വേണം? മാറ്റിക്കളയണം. ഭഗവത് ചിന്തകളായിട്ട് മാറ്റിക്കളയണം. ഇപ്രകാരം ഭഗവത് ചിന്തകളായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവയൊന്നും തന്നെ നമ്മളെ ബാധിക്കില്ല. മാത്രമല്ല, ശരീരമല്ല ഞാൻ എന്നുള്ളതായിട്ടുള്ള ദൃഢമായിട്ടുള്ള അനുഭവജ്ഞാനം ഈ ഉത്തമ ഭക്തനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉന്നത കുലത്തിൽ ജനിച്ചവനാണ്, ഞാൻ എന്താണ് ഈ സമൂഹത്തില് വലിയൊരു സ്റ്റാറ്റസോട് കൂടിയിട്ടുള്ളവനാണ്, ഇങ്ങനെയുള്ളതായിട്ടുള്ള വിചാരങ്ങളൊന്നും തന്നെ അവനില്ല. ഇനി സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട്? അത് ഭഗവാന്റെ കരുണ, അത് ഭഗവാന്റെ അനുഗ്രഹം. ഇപ്രകാരം അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഭഗവാൻ തന്നെ, ഞാൻ അവിടെ ഇല്ലേ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ എന്താണ്? എല്ലാറ്റിലും ഭഗവാനെ കാണുന്നു, സമബുദ്ധിയോടുകൂടിയിരിക്കുന്നത്. എന്റേതെന്നോ നിന്റേതെന്നോ ഉള്ളതായിട്ടുള്ള വ്യത്യാസം അവിടെ ഇല്ലേ ഇല്ല. സൃഷ്ടികൾ മുഴുവൻ തന്നെ സമമായിട്ടുള്ള ദർശനം. ആ ഭഗവാന്റേതായിട്ടുള്ള പാതാരവിന്ദങ്ങളിൽ നിന്നും ആ ഉത്തമ ഭക്തൻ ഒരു കാരണവശാലും ഇളകിപ്പോകുന്നില്ല. ത്രൈലോക്യ ആധിപത്യം തരാമെന്ന് പറഞ്ഞാൽ പോലും അവൻ പറയും, എനിക്ക് വേണ്ട, എനിക്ക് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നാൽ മതി. ആ ഭക്തി ആനന്ദത്തില് മുഴുകിയവനായിട്ടവൻ ആ ഭഗവത് സ്മരണയോടുകൂടി തന്നെ ഇരിക്കുന്നു എന്നാണ്.
അങ്ങനെയുള്ളവന്റെ ഉള്ളിലിരിക്കുന്നതായിട്ട് രാഗാദി ദോഷങ്ങള്, അതിനെയൊക്കെ അന്ധകാരമായിട്ടാണ് ഹരി എന്ന നവയോഗി നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതായിട്ട് സമയത്ത് ഭഗവാന്റെ പാദനഖങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ഇരുട്ടിനെ അകറ്റിക്കളയുന്നു. അവന്റെ ഹൃദയം പ്രേമമാകുന്ന കയറുകൊണ്ട് ഭഗവാന്റേതായിട്ടുള്ള പാദങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരി തൻ്റെതായിട്ടുള്ള ഉപദേശത്തെ അവിടെ നിർത്തുന്നത്. അപ്പോഴാണ് നിമിചക്രവർത്തിക്ക് തോന്നിയത്, ഇത് വളരെ എളുപ്പമാണല്ലോ, എളുപ്പത്തിൽ ഭക്തനായിട്ട് തീരാമല്ലോ, പക്ഷെ അങ്ങനെ സാധിക്കുന്നില്ലല്ലോ. എന്താണ് കാരണം? അതാണ് മായ എന്ന് പറയുന്നത്. ആ മായയാകട്ടെ എന്ത് ചെയ്യുന്നു? വലിയ മായാവികളെ പോലും മോഹിപ്പിക്കുന്നതായിട്ടുള്ള മായയാണ്. ജ്ഞാനിനാമ വിജേതാംസി ദേവി ഭഗവതി ഹിസ ബലാദ് ആകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്ന് ശ്ലോകത്തിൽ പറഞ്ഞു തരണോ? അപ്പൊ ഇപ്രകാരം ഭക്തി മാർഗത്തിൽ വലിയ മായാവികളെ പോലും മോഹിപ്പിക്കുന്നതായിട്ടുള്ള മായ എന്താണ് അറിഞ്ഞാൽ കൊള്ളാം എന്നാണ് നിമിചക്രവർത്തി അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചത്. അതിന് അന്തരീക്ഷൻ എന്ന മൂന്നാമത്തെ യോഗി ഉത്തരം പറയുന്നു, മായ അനിർവചനീയമാണ്, അതിനെക്കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മായയാകുന്ന കാരണത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. ആ കാര്യങ്ങളെ കേട്ടിട്ട് ആ കാര്യങ്ങളിൽ നിന്നും കാരണത്തെ കുറിച്ചിട്ട് ഊഹിച്ചോളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആദിപുരുഷനായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ തന്നിൽ നിന്നും എന്ത് ചെയ്തു? പഞ്ചഭൂതങ്ങളെ ആദ്യമായിട്ട് സൃഷ്ടിച്ചു. പഞ്ചഭൂതങ്ങളെ ചേർത്തിട്ട് ഈ ജീവസൃഷ്ടി അദ്ദേഹം ചെയ്തു. ആ ജീവസൃഷ്ടികള് ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളുമായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. കാരണം ദേവജാതികളുണ്ട്, മനുഷ്യജാതികളുണ്ട്, തിര്യക്കുകളുണ്ട്, പിന്നീട് എന്താണ് സ്ഥാവരങ്ങളായിട്ടുള്ള വൃക്ഷ ലതാദികളൊക്കെ തന്നെയുണ്ട്. അപ്പൊ അവയെ ശ്രേഷ്ഠങ്ങളായിട്ടും നികൃഷ്ടങ്ങളായിട്ടും നമുക്ക് വേണമെങ്കിൽ കാണാം. ഇത് മുഴുവൻ തന്നെ എന്താണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടികർത്താവായിട്ടുള്ള അദ്ദേഹം ഇപ്രകാരം ഈ സൃഷ്ടികളെ മുഴുവൻ തന്നെ സൃഷ്ടിച്ചിട്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ട് അവയുടെ ഉള്ളിൽ പ്രവേശിച്ചു. എങ്ങനെ? ഒരു മനസ്സും 10 ഇന്ദ്രിയങ്ങളുമായിട്ട് അവയുടെ ഉള്ളിൽ പ്രവേശിച്ചു. എന്തിനു വേണ്ടി പ്രവേശിച്ചു? അദ്ദേഹം പറഞ്ഞു തരുന്നു, ഏബിർ ഭൂതാനി ഭൂതാത്മാ മഹാഭൂതൈർ മഹാഭുജ സസർജ ഉച്ചാവനാധ്യ സ്വമാത്രാത്മ പ്രസിദ്ധയേ. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് അദ്ദേഹം ഭൂതാത്മാ, എല്ലാ ഭൂതങ്ങളുടെയും ആത്മസ്വരൂപിയായിരിക്കുന്നതായിട്ടുള്ള അദ്ദേഹം സൃഷ്ടിച്ചു. ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളുമായിട്ടുള്ള ഈ ജീവജാലങ്ങളെ മുഴുവൻ തന്നെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ട്? 2 കാര്യം പറഞ്ഞു തന്നു. മാത്രപ്രസിദ്ധയെ, പിന്നീട് ആത്മപ്രസിദ്ധയെ. മാത്രപ്രസിദ്ധി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് വിഷയങ്ങളെ അനുഭവിക്കലാണ് മാത്രപ്രസിദ്ധി എന്ന് പറഞ്ഞത്. പക്ഷേ അതിൽ നമ്മൾ ഒരിക്കലും കുടുങ്ങിപ്പോകരുത്. നമ്മൾ എന്ത് വേണം? കുറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിവർത്തിക്കണം. എന്നിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആത്മസ്വരൂപത്തെ നേടിയെടുക്കണം. അതാണ് ആത്മപ്രസിദ്ധി. പക്ഷേ ജീവൻ ഈ ശരീരങ്ങളിൽ കൂടിയിട്ട് ഇന്ദ്രിയ സുഖം നേടാൻ വേണ്ടിയിട്ട് തുടങ്ങിയതായിട്ട് സമയത്ത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന 2ാമത്തെ ഉദ്ദേശം ആത്മപ്രസിദ്ധി എന്നുള്ളത് മറന്നുപോയി. പറയുന്ന അവിടെ ഇതം സൃഷ്ടം ആത്മാനം മന്യമാനഃ ഇഹ സജ്ജതേ. ഇതം സൃഷ്ടം, ഈ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ ശരീരത്തെ ആത്മാവാണ് എന്നവൻ തെറ്റിദ്ധരിച്ചു. അതോടുകൂടിയിട്ട് ഇഹ സജ്ജതേ, ഇവയില് ബന്ധനസ്ഥനായിട്ട് തീർന്നിരിക്കുന്നു. അത് ശരീരത്തോടുള്ളതായിട്ടുള്ള താതാത്മ്യം എന്ന് പറയണോ. അഹം ദേഹഃ ഇതി ഭാവഃ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? കർമ്മങ്ങളിൽ പെട്ടു. കർമ്മങ്ങളെ കൊണ്ട് അവൻ ബന്ധിക്കപ്പെട്ടു. സുഖദുഃഖാത്മകങ്ങളായിരിക്കുന്ന കർമ്മഫലത്തിൽ പെട്ടുപോയി. ഈ കർമ്മഗതികളിൽ പെട്ടിരിക്കുന്നതായിട്ടുള്ള ജീവൻ പ്രളയം വരെ ജനന മരണങ്ങളിൽ പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. കാലം കൊണ്ട് ഈ സൃഷ്ടി ആ പരമാത്മ സ്വരൂപിയായിരിക്കുന്ന ഭഗവാനിൽ തന്നെ ലയിക്കാനിടയാകുന്നു, നശിക്കുന്നു. അതാണ് പിന്നീട് പറഞ്ഞു കൊടുത്തത് സർഗസ്ഥിതി അന്ധകാരിണി. ആരാണ് ഈ സർഗത്തെയും സൃഷ്ടിയെയും അതിന്റെ അന്തം അവസാനത്തെയും ചെയ്തത്? അത് ഭഗവത ഏഷാ മായ. ആ ഭഗവാന്റെ ഈ മായയാണ്. അതിൽ നിന്ന് മായ എന്താണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. ഈ മായയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മൾ സ്വരൂപത്തിൽ ഉറയ്ക്കണം. അതാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറഞ്ഞത്. അപ്പോഴോ
നിമിഷചക്രവർത്തിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളതായിട്ടുള്ള ഒരു ബീജമായിട്ട് തീർന്നു അത്. അദ്ദേഹം ചോദിച്ചു, ഈ മായയെ തരണം ചെയ്യാനുള്ളതായിട്ടുള്ള മാർഗം എന്താണ്, പറഞ്ഞു തരൂ. അത് 4ാമത്തെ ചോദ്യമാണ്. അകൃതാത്മഭിഹി ദുസ്തരാമേതാം മായാം സ്ഥൂലധിയ അഞ്ചഹ കഥം തരന്തി എന്നാണ് ചോദിച്ചത്. അകൃതാത്മഭി ഇന്ദ്രിയ മനോനിഗ്രഹങ്ങളെ സാധിക്കാത്തവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ദുസ്തരാം കടന്നു പോകാൻ തരണം ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഈ മായ. അതിനെ സ്ഥൂലതീയ സ്ഥൂലമായിട്ടുള്ള വിഷയവസ്തുക്കളിൽ മാത്രം ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അഞ്ചഹാ പ്രയാസം കൂടാതെ കഥം തരന്തി എപ്രകാരം കടന്നു പോകാൻ സാധിക്കും എന്നാണ് ചോദിച്ചത്. പ്രബുദ്ധൻ എന്നു പേരുള്ളതായിട്ടുള്ള നവയോഗിയാണ് അതിനുത്തരം പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 3-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകം, കർമ്മണി ആരഭമാണാനാം ദുഃഖഹത്യൈ സുഖായത പശ്യേത് പാക വിപര്യാസം മിഥുനീചാരിണാം നൃണാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ഓരോരോ കർമ്മങ്ങളെ തുടങ്ങുന്നു, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഉത്തരമുണ്ട് നമുക്ക്. ദുഃഖഹത്യ, ദുഃഖമില്ലാതാവണം. പിന്നെയോ സുഖായ, സുഖം നമുക്ക് പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന്റെ ഫലത്തെക്കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് അദ്ദേഹം ചോദിച്ചു. കാരണം എന്താണ്? പശ്യേത് പാകവിപര്യാസം. ഒരിക്കലും തന്നെ ദുഃഖം ഇല്ലാതാവുന്നില്ല, ഒരിക്കലും തന്നെ നമുക്ക് സുഖം കിട്ടുന്നുമില്ലല്ലോ. അതാണ് പാകവിപര്യാസം. ആ ഫലം വന്നതായിട്ട് സമയത്ത് വിപരീത ഫലമാണല്ലോ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തേ ചിന്തിക്കാത്തത് എന്ന് അദ്ദേഹം ആദ്യം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിത്യാർത്ഥിതേന വിത്തേന ദുർലഭേന ആത്മമൃത്യുന ഗൃഹാപത്യാപ്ത പശുഭിഹി കാ പ്രീതി സാധിതൈശ്ചലൈഹി എന്ന് ചോദിക്കുന്നു. നിത്യ ആർത്തിതേന, എന്നും നമുക്ക് ദുഃഖത്തെ മാത്രം തന്നുകൊണ്ടിരിക്കുന്നവയാണ് വിത്തം. വിത്തം എന്ന് വെച്ചാൽ സ്വത്ത്, സമ്പത്ത് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും വിടും. ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം തന്നെ വിത്തങ്ങളാണ്. ആ വിത്തങ്ങൾ എന്താ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്? എന്നും ദുഃഖം തന്നെയല്ലേ. അതാണ് നിത്യ ആർത്തിതേന എന്ന് പറഞ്ഞത്. അത് എളുപ്പത്തിൽ കിട്ടുകയോ ഇല്ല. ദുർലഭേന, വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടേ അത് കിട്ടുള്ളൂ. ഉണ്ടോ? അത് എന്തൊക്കെയാണ് നമ്മൾ എപ്രകാരം നേടിയെടുക്കുന്നത്? പറഞ്ഞു, ഗൃഹ അപത്യ പശു എന്നൊക്കെയാണ് പറഞ്ഞത്. ഗൃഹം, വീട്, അപത്യം എന്ന് വെച്ചാൽ സന്താനങ്ങള്, ഗൃഹം എന്ന് വെച്ചാൽ മറ്റുള്ളതായിട്ടുള്ള എല്ലാം, പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പെടും. ഇതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നേടിയെടുക്കുന്നു. ആ നേടിയെടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ചോദിച്ചു, കാ പ്രീതി, അതിലെന്ത് സന്തുഷ്ടിയാണ് നിങ്ങൾ കാണുന്നത്? ഉത്തരം പറഞ്ഞു തന്നു അദ്ദേഹം തന്നെ. എന്റെ സന്തുഷ്ടി കാണാത്തത് സാധിതൈഹി, അവ സാധിക്കപ്പെട്ടുവെങ്കിലും കൂടിയിട്ട് ഛലൈഹി, അവ ചലിച്ചുകൊണ്ടിരിക്കണു, അവ നശ്വരങ്ങളാണ്. വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തു, അത് അതോടുകൂടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ എന്തൊരു ദുഃഖമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഈ ദുഃഖമല്ലേ നിങ്ങൾ എന്നും നിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായിട്ടുള്ള വിഷയ അനുഭവങ്ങളെ കൊണ്ട് സുഖം നേടുക, സന്തുഷ്ടി നേടുക എന്നുള്ളത് ഒരിക്കലും തന്നെ സാധ്യമല്ല. കാരണം ഈ കാണുന്ന സൃഷ്ടിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ നശ്വരങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ പറഞ്ഞു കർമ്മനിർമ്മിത ലോകം എന്ന് പറഞ്ഞു. ഈ കർമ്മനിർമ്മിത ലോകം നശ്വരം തന്നെയാണ്. ശാശ്വതമായിട്ടുള്ള ആനന്ദമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? അത് സത്യസാക്ഷാത്കാരത്തിൽ കൂടിയിട്ടേ സാധിക്കുള്ളൂ. നാണ്യപന്ഥ വിദ്യതേ അയനായ, വേറെ മാർഗമേ ഇല്ല എന്ന് വേദം നമുക്ക് പറഞ്ഞു തരണോ. അതിനാദ്യമായിട്ട് വേണ്ടത് ഗുരുവിന്റെ ഉപദേശമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം. എന്തോ അതുകൊണ്ട് ഉത്തമമായിട്ടുള്ള ശ്രേയസ്സിനെ ജിജ്ഞാസു ആഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കൂ എന്നാണ് പറഞ്ഞത്. ആരാണ് ഗുരു? അദ്ദേഹം പറഞ്ഞു, ശാബ്ദേ പരേജ നിഷ്ണാദം ബ്രഹ്മണ്യുപസമാശ്രയം. ഗുരുവിന്റെ 3 ഗുണങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. ഒന്നാമതായിട്ട് ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാദം. ശബ്ദബ്രഹ്മം വേദമാണ്. വേദം വേണ്ട രീതിയത്ത് അധ്യയനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഗുരു. അതാണ് ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാദം, സമർത്ഥനായിരിക്കുന്നു നിഷ്ണാദൻ. രണ്ടാമത് പറഞ്ഞു പരേ ബ്രഹ്മണി നിഷ്ണാദം, പരബ്രഹ്മ വസ്തുവായിരിക്കുന്ന അതിനെ നേരിട്ട് അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കണു. ഞാൻ സത്യജിത്ത് ആനന്ദ സ്വരൂപമാണ്. ആ സത്യജിത്ത് ആനന്ദ സ്വരൂപമായിരിക്കുന്ന എന്നിൽ നിന്നും എപ്പോഴും ആനന്ദം പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും.
ആരെന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലും ആ ആനന്ദം അവർക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഭാവത്തോടു കൂടിയുള്ളവനാണ് ഗുരു. അപ്പൊ വേദങ്ങൾ അധ്യയനം ചെയ്ത് അഭ്യസിച്ചിട്ടുണ്ടാവണം, അതിൽ സമർത്ഥനായിരിക്കണം. പിന്നെയോ അനുഭവജ്ഞാനത്തിലും സമർത്ഥനായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് ഉപശമ ആശ്രയം, ഉപശാന്തനാണ് അദ്ദേഹം. എപ്പോഴും അദ്ദേഹം ശാന്തി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള മഹാത്മാക്കളുടെ അടുത്ത് നമ്മൾ ചെല്ലുന്നതായിട്ട് സമയത്ത് എന്തെന്നില്ലാത്ത ശാന്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഗുരുവിന്റെ ഉപദേശം ശ്രവിക്കൂ. എന്നിട്ടോ അദ്ദേഹത്തിന്റെ ഉപദേശത്തെ കുറിച്ചിട്ട് മനനം ചെയ്യൂ. ആ മനനം ചെയ്താൽ മാത്രം പോരാ, എന്ത് വേണം? ആ ശിഷ്യനായിട്ടുള്ളവൻ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്ന, അഭ്യസിക്കേണ്ടിയിരിക്കുന്നതായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ പറഞ്ഞു തന്നു. 30ഓളം അനുഷ്ഠാനങ്ങളെ പ്രബുദ്ധൻ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. 10 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് 3-ാമത്തെ അധ്യായത്തില് 23 മുതൽ 32 വരെയുള്ളതായിട്ട് ശ്ലോകങ്ങളിൽ കൂടിയിട്ട് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, വിഷയങ്ങളോട് യാതൊരു സംഘവും ഇല്ലാതിരിക്കട്ടെ. അതേസമയത്തോ സാധുക്കളോട് സംഘമുണ്ടാവട്ടെ. വിഷയങ്ങളോട് സംഘം നമ്മുടെ മനസ്സിൽ ചലനത്തെ സൃഷ്ടിക്കുന്നു, അശാന്തിയെ സൃഷ്ടിക്കുന്നു, ക്ഷോഭത്തെ സൃഷ്ടിക്കുന്നു, ദുഃഖത്തെ ഉണ്ടാക്കുന്നു, ഭയത്തെ ഉണ്ടാക്കുന്നു. നേരെ മറിച്ചിട്ട് സാധുക്കളുടേതായിട്ട് സംഘമാകട്ടെ നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ മാതിരി ആനന്ദത്തെ തരുന്നു, ശാന്തിയെ തരുന്നു എന്നുള്ളതാണ്. സർവപ്രാണികളിലും ദയയുണ്ടാവട്ടെ, മൈത്രീഭാവം ഉണ്ടാവട്ടെ, ഒരു വിനയത്തോട് കൂടിയിട്ട് അവരോട് പെരുമാറൂ എന്ന് രണ്ടാമത് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ശൗചമാണ്. ബാഹ്യമായിട്ടും ആന്തരികമായിട്ട് ശുചിത്വത്തെ നിലനിർത്തൂ. തപസ് പറഞ്ഞു, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരീരത്തെയും ഒന്ന് അടക്കി നിർത്തൂ. തപസ്. തിതിക്ഷ, ഏതു തരത്തിലുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആ അനുഭവങ്ങളെ പ്രതികാര ബുദ്ധി ഇല്ലാണ്ടേ സ്വീകരിക്കൂ. അതാണ് തിതിക്ഷ എന്ന് പറഞ്ഞത്. മൗനം, അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയാണ്ടിരിക്കൂ. പിന്നീട് പറഞ്ഞത് സ്വാധ്യായം. ശാസ്ത്രങ്ങൾ ഒരിക്കൽ കേട്ടാ പോരാ, ഒരിക്കൽ വായിച്ചാ പോരാ, അത് വീണ്ടും 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 നമ്മൾ സ്വയം അധ്യയനം ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തത് ആർജവം. എന്തെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അത് പറയൂ, ആ പറയുന്നതനുസരിച്ചിട്ട് പ്രവർത്തിക്കൂ. ഒരു രുചിത്വം ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തില്. ബ്രഹ്മചര്യമാണ് അടുത്ത് പറഞ്ഞത്. ബ്രഹ്മചര്യം എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും ഉള്ളതായിട്ടുള്ള ആ യുക്തമായിട്ടുള്ള ഭാവമാണ്. ഭഗവാൻ പറയുന്നു, യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസ്യ കർമ്മസു. യുക്തമായിരിക്കട്ടെ, കുറയും വേണ്ട, കൂടുതലും വേണ്ട, അതിന് യുക്തമായിട്ട് തിരഞ്ഞെടുക്കൂ. പിന്നീട് അഹിംസയാണ്. മനസ്സുകൊണ്ട് പോലും മറ്റുള്ളതായിട്ട് ജീവജാലങ്ങളെ ഹിംസിക്കാതിരിക്കലാണ് അഹിംസ. ദ്വന്ദ്ങ്ങളെ സഹിക്കൂ എന്നടുത്ത് പറഞ്ഞു. സുഖദുഃഖേ സമയകൃത്വ. അതേമാതിരി ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോഹോ തുല്യ. ആ തുല്യഭാവം ഉണ്ടാവട്ടെ എല്ലായിടത്തും. ഈ തുല്യഭാവം ഉണ്ടാവാൻ എന്ത് വേണം? എല്ലായിടത്തും ഈശ്വരനെയും തന്റെ തന്നെ ആത്മാവിനെയും കാണൂ. ഏകാന്തത്തിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കൂ. കാരണം മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതായിട്ട് സമയത്ത് അവരുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള ഭാവം പോലും അവരുടെ ചിന്തകളിൽ കൂടിയിട്ട്, വാക്കുകളിൽ കൂടിയിട്ട് നമ്മളിൽ എത്തിച്ചേരും. അതോടുകൂടിയിട്ട് നമ്മളും മനസ്സ് ചലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് വേണ്ട, ഏകാന്തം ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞു. വസ്ത്രം ധരിക്കുന്നത് പരിശുദ്ധമായിട്ട് തീരട്ടെ. എന്ത് കിട്ടിയാലും സന്തോഷിക്കൂ എന്നടുത്ത് പറഞ്ഞു. എന്ത് കിട്ടിയാലും സന്തോഷിക്കൂ എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? സംശയം ഉണ്ടാവും. എന്തും നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ്. ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത് എന്താണ്? നേരത്തെ ചെയ്തിരിക്കുന്ന കർമ്മഫലം പക്വമായിരിക്കുന്നു. ആ കർമ്മഫലം എന്റെ കയ്യിൽ വന്നു ചേർന്നിരിക്കുന്നു. ആ കർമ്മഫലത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം? ഭഗവാന്റെ പ്രസാദമായിട്ട് വേണം സ്വീകരിക്കാൻ. ഭഗവാന്റെ പ്രസാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന്, എന്ത് കിട്ടിക്കഴിഞ്ഞാലും സന്തുഷ്ടിയാണ്, സംതൃപ്തിയാണ്. ക്ഷേത്രത്തിൽ പോയിട്ട് പ്രസാദം തരുന്നതായിട്ട് സമയത്ത് ഇന്നത് തന്നെ വേണമെന്ന് നമ്മൾ പറയില്ല. ഒരു തുള്ളി തീർത്ഥമാണെങ്കിലും തിരക്കേടില്ല, ഒരു ഇല തുളസിയാണെങ്കിലും തിരക്കേടില്ല, ചെറിയൊരു കഷ്ണം ചന്ദനമാണെങ്കിലും തിരക്കേടില്ല. അതിന് സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്രകാരം സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാന്റേതായിട്ടുള്ള പ്രസാദത്തെ മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലെങ്കിൽ എടുത്തോളൂ എന്ന് പറയും.
ഈ 2 ഗുണങ്ങളാണ് ഭഗവാന്റെ പ്രസാദത്തിലുള്ളത്. ഒന്ന്, എന്ത് കിട്ടിയാലും സന്തോഷം. 2, എന്ത് കിട്ടിയാലും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ളതായിട്ടുള്ള ഉന്നതമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്നതുമായിട്ടുള്ള മനോഭാവം. വാസ്തവത്തില് നമുക്ക് ജീവിക്കാൻ കിട്ടിയ ഓരോ നിമിഷവും നേരത്തെ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഭഗവാൻ അവിടെ അനുഗ്രഹിച്ചിട്ട് പ്രസാദമായിട്ട് നമുക്ക് തരികയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും സന്തുഷ്ടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. പിന്നെയോ ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ശ്രദ്ധയുണ്ടാവട്ടെ. അത് ശ്രദ്ധയോടുകൂടി കേൾക്കൂ. പക്ഷേ മറ്റുള്ള ശാസ്ത്രങ്ങളെ ഒരിക്കലും നിന്ദിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. കാരണം മറ്റുള്ള ശാസ്ത്രങ്ങളുടേതായിട്ടുള്ള ആ ഒരു പ്രവൃത്തി, ആ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയണോ, അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം സുഖങ്ങളുണ്ട് നോക്കൂ. സ്വാമിജിയുടേതായിട്ടുള്ള പ്രസംഗം, അദ്ദേഹം എവിടെയോ പ്രസംഗിക്കുന്നതായിട്ടുള്ള പ്രസംഗം ഇന്ന് നമുക്ക് വീട്ടിലിരുന്നിട്ട് നമ്മുടെ യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നു. അത് ശാസ്ത്രത്തിന്റെ പുരോഗതിയല്ലേ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായിട്ട് ശാസ്ത്രത്തെ നിന്ദിക്കരുത്. വീണ്ടും അടുത്ത് പറഞ്ഞു, മനസ്സിനെയും വാക്കിനെയും ശരീരത്തെയും നിയന്ത്രിക്കൂ. നേരത്തെ പറഞ്ഞതാണ് തപസ് എന്നുള്ളതിന്റെ കൂട്ടത്തില്. സത്യം മാത്രം പറയൂ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കൂ, ശമതമങ്ങൾ ഉണ്ടാവട്ടെ. ഭഗവാന്റേതായിട്ടുള്ള കഥകള്, അവതാര ലീലകള്, ഇതൊക്കെ തന്നെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കൂ. കേട്ടാ മാത്രം പോരാ, അത് കീർത്തിക്കൂ. ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപത്തെ ധ്യാനിക്കൂ. പിന്നെ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളെ എല്ലാം തന്നെ ഭഗവാനിൽ സമർപ്പിച്ചേക്കൂ. കർമ്മങ്ങളെ നമ്മൾ ഭഗവാനെ സമർപ്പിച്ചാലേ ആ കർമ്മഫലം എന്നുള്ളത് ഭഗവാന്റെ പ്രസാദമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതും എങ്ങനെയാണ്? ആദ്യം തന്നെ നമ്മൾ കണ്ട് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ തന്നെ ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാനോടാണ്, ഭഗവാനിലാണ് എന്നുള്ളത് കണ്ടു. അപ്പൊ അത് ഭഗവാനിൽ സമർപ്പിതമാണ്. ആ ഭഗവാനിൽ സമർപ്പിതമായിരിക്കുന്ന കർമ്മത്തിൻ്റെതായിട്ടുള്ള ഫലം തരുന്നത് ഭഗവാനാണ്. ഇങ്ങനെ സന്തുഷ്ടിയോടുകൂടിയിട്ടിരിക്കൂ. കഴിയുന്നത്ര യജ്ഞയാഗാദികള് അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കൂ. ദാനം, ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവത്തെ, എന്റെ എന്നുള്ളതായിട്ടുള്ള ഭാവത്തെ വിട്ടിട്ട് മറ്റുള്ളവർക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ കൊടുക്കൂ. എന്താണ് കൊടുക്കേണ്ടത് പറഞ്ഞു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കൂ. പിന്നെ വ്രതാനുഷ്ഠാനങ്ങൾ പലതും നമ്മുടെ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ആ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ആത്മാർത്ഥതയോടുകൂടിയിട്ട് അനുഷ്ഠിക്കൂ. ഭഗവാന്റേതായിട്ടുള്ള നാമം, മന്ത്രം അത് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കൂ. ഭഗവാന്റെ ഭക്തരില് സൗഹൃദഭാവം ഉണ്ടാവട്ടെ. അവരെ പൂജിക്കൂ, അവരെ ബഹുമാനിക്കൂ. ഭഗവാന്റേതായിട്ടുള്ള കീർത്തികള് പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കൂ, അത് കേട്ടുകൊണ്ടേയിരിക്കൂ. അന്യോന്യം ഇപ്രകാരം സന്തോഷിപ്പിക്കൂ, സന്തോഷിപ്പിക്കൂ. ഇപ്രകാരം വിഷയങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള നിവൃത്തി നേടൂ. ഇതാണ് മായയെ കടന്നു പോകാനുള്ളതായിട്ടുള്ള ആ ഭാവം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്രകാരം നിരന്തരം ഭഗവത് സ്മരണയോടുകൂടിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ മാതിരി അദ്ദേഹം ലോകബാഹ്യനാണ്. അദ്ദേഹം ചിലപ്പോ കരയും, ചിലപ്പോ ചിരിക്കും, ചിലപ്പോ സന്തോഷിക്കും, ചിലപ്പോ പറയും, ചിലപ്പോ നൃത്തമാടും, ചിലപ്പോഴദ്ദേഹം പാട്ടുപാടും, ചിലപ്പോഴദ്ദേഹം നിർവൃതിയില് മൗനമായിട്ടിരിക്കുകയും ചെയ്യും. ഇപ്രകാരം നാരായണ പരനായിട്ട് വേണം മായയെ സുഖമായിട്ട് കടന്നു പോകാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അപ്പോ നിമിചക്രവർത്തി ചോദിച്ചു, ആ നാരായണൻ ആരാണ് പറഞ്ഞു തരൂ. എന്റെ ഇങ്ങനെ ചോദിക്കാനുള്ളതായിട്ടുള്ള കാരണം ഭാഗവതം ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരിക്കണു, വദന്തി തത് തത്വവിദഃ തത്വം യത് ജ്ഞാനമദ്വയം ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനിതി ശബ്ദത്തെ. ആ തത്വത്തെ കുറിച്ചിട്ട് അറിയുന്നവരായിരിക്കുന്ന ആ തത്വജ്ഞാനികളുണ്ടല്ലോ, ആ തത്വത്തെ കുറിച്ചിട്ട് പറയുന്നു, ജ്ഞാനമാണത്, അത് അദ്വയമാണത്, അത് ബ്രഹ്മമാണത്, അത് പരമാത്മാവാണത്, അത് ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞു തരണു. ഇത് തന്നെയാണോ അങ്ങ് പറഞ്ഞ നാരായണൻ? അല്ല, നാരായണൻ ഇതിൽ നിന്നും അന്യമായിട്ടുള്ളവനാണോ? അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിമിചക്രവർത്തി പറഞ്ഞതായിട്ട് സമയത്ത് അഞ്ചാമത്തെ ചോദ്യം, അതിന് ഉത്തരം പറയണത് പിപ്പലായനൻ എന്ന് പേരുള്ളതായിട്ടുള്ള നവയോഗിയാണ്. അദ്ദേഹം പറഞ്ഞു, കേവല വസ്തുവാണ് നാരായണൻ, അദ്ദേഹം നിർഗുണമാണ്, അദ്ദേഹം പരബ്രഹ്മ വസ്തു തന്നെയാണ്, സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കൊക്കെ തന്നെ കാരണമായിരിക്കുന്നവനാണ് ആ ഭഗവാൻ. അദ്ദേഹമാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തി ആദികളില് വ്യാപിച്ചിരിക്കുന്നത്. ജാഗ്രതാവസ്ഥയില് കാണാനും കേൾക്കാനും അറിയാനും സംസാരിക്കാനും നടക്കാനും ഓടാനും ഒക്കെ എനിക്ക് സാധിക്കുന്നത് ആ ചൈതന്യ സ്വരൂപിയായിരിക്കുന്ന ആ ഭഗവാൻ ഇതിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്.
അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞാലോ ഇത് വെറും ജഡശരീരമായിട്ട് തീരുന്നു. അപ്പൊ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിയാദികൾക്ക് കാരണമായിരിക്കുന്നവനാണ്, അതിൽ വ്യാപിച്ചിരിക്കുന്നവനാണ്. എന്നാൽ അതിൽ മാത്രമാണോ വ്യാപിച്ചത്? പറഞ്ഞു അല്ല, അദ്ദേഹം നാലാമത്തെ അവസ്ഥ തുരീയാവസ്ഥയിലിരിക്കുന്നു. മാത്രമല്ല തുരീയാതീതനായിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ജഡമായിരിക്കുന്ന ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതായിട്ട് ചൈതന്യ സ്വരൂപിയാണ് അദ്ദേഹം. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാണ് അവൻ. പക്ഷേ അദ്ദേഹത്തെ പ്രകാശിപ്പിക്കാനായിട്ട് ഒന്നുമില്ല. അദ്ദേഹം സ്വയം ജ്യോതിയാണ്. തസ്യ ഭാസ സർവമിതം വിഭാതി. വേദം പറയണു അദ്ദേഹത്തിന്റെ പ്രകാശത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് മറ്റുള്ളതെല്ലാം തന്നെ ഇവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. സ്വാർത്തിഷ അനലം യഥ. അഗ്നിയിൽ നിന്ന് ചെറിയ ചെറിയ തീപ്പൊരികൾ ഉണ്ടാവും. ആ തീപ്പൊരികൾക്ക് എപ്പോഴെങ്കിലും ആ അഗ്നിയെ പ്രകാശിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അതേമാതിരി ആ പ്രകാശമാനമായിരിക്കുന്ന നിർഗുണ പരബ്രഹ്മ വസ്തു നാരായണൻ അദ്ദേഹത്തിന്റെ പ്രകാശത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന ഇതിനൊന്നും തന്നെ ഒരു സൂര്യനോ ഒരു ചന്ദ്രനോ അദ്ദേഹത്തെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. അനതത്ര സൂര്യോ ഭാതി നചന്ദ്ര താരകം നേമാ വിദ്യുതോ ഭാന്തി. ചോദിക്കുന്നു വേദം. വേദങ്ങൾക്ക് തങ്ങളുടെ വാക്കുകളിൽ കൂടിയിട്ട് പറയാൻ പറ്റാത്തവനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് പ്രാതസ്മരണ സ്തോത്രത്തിൽ പറഞ്ഞത് പ്രാതർനമാമി മനസാ വചസാം അഗമ്യം. മനസ്സുകൊണ്ടും വാക്യനും അഗമ്യം, എത്താൻ പറ്റില്ല അവിടെ. വാചോ വിഭാന്തി നിഖിലായത് അനുഗ്രഹേണ. നമ്മുടെ വാക്കുകളൊക്കെ തന്നെ ഇവിടെ പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. എങ്ങനെ അറിയുന്നു അദ്ദേഹത്തെ? യം നേതി നേതി വചനൈർ നിഗമാ അവോച്ചും. വേദങ്ങള് ശാസ്ത്രങ്ങള് പറഞ്ഞു തരുന്നത് ഇതല്ല ഇതല്ല എന്ന് എല്ലാറ്റിനെയും മാറ്റി നിർത്തൂ. അങ്ങനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവസാനം ആരുണ്ടാവുന്നു? എല്ലാറ്റിനെയും മാറ്റി നിർത്തിയിരിക്കുന്ന അഹം, ഞാനുണ്ടാവുന്നു. അതാരാണ്? അതാണ് ആ ചൈതന്യമെന്ന് മനസ്സിലാക്കൂ. തം ദേവദേവമജമച്യുതമാഹുരഗ്ര്യം. എന്നും രാവിലെ ചെല്ലേണ്ടതായിട്ടുള്ള ശ്ലോകമാണത് എന്ന് പറയാം. ഇപ്രകാരമായതുകൊണ്ട് തന്നെ എന്താണ്, അവനെ അറിയാൻ പ്രമാണമായിരിക്കുന്നതായിട്ടുള്ള വേദങ്ങൾ തന്നെ ഈ സൃഷ്ടിയെ കാണിച്ചു തരുന്നു. എന്നിട്ട് ഈ സൃഷ്ടിയെ മുഴുവൻ തന്നെ നിരാകരിക്കാൻ വേണ്ടിയിട്ട് പറയണോ? ഈ സൃഷ്ടിയെ നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യകാരണ രീതിയാണ്. കാര്യമായിരിക്കുന്നതും അവനാണ്, കാരണമായിരിക്കുന്നതും അവൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞു സർവം ഖലു ഇദം ബ്രഹ്മ. അവൻ ജനന മരണങ്ങൾക്കപ്പുറത്താണ്. അവന് വളർച്ചയും തളർച്ചയുമില്ല. അവൻ അവ്യയനാണ്. അവൻ മാറുന്ന വസ്തുക്കളുടെ മാറ്റങ്ങളെ മുഴുവൻ തന്നെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. അവനെ അറിയുന്നത് എങ്ങനെ പറഞ്ഞു? സൂര്യപ്രകാശം നിർമ്മല നേത്രങ്ങൾക്ക് വിഷയമാകുന്നത് പോലെ ഭക്തിയുള്ളതായിട്ടുള്ള ഹൃദയത്തിൽ അവൻ സ്വയമേവ പ്രകാശിക്കുന്നു എന്നാണ്. 3-ാം അധ്യായം 40-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. യർഹ്യബ്ജനാഭചരണൈ ശേഷണയോരു ഭക്തിയ ചേതോ മലാനി വിധമേത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാ അമരദൃശ സവിതൃപ്രകാശ എന്ന് പറഞ്ഞു. അബ്ജനാഭചരണൈഹി ഏഷണയ ഉണ്ടോ? ആ ഭഗവാന്റേതായിട്ടുള്ള പത്മനാഭനായിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ പാദങ്ങളിലുള്ളതായിട്ടുള്ള ആ ഭക്തി, അതിനെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള ആഗ്രഹം, അതാണ് ഏഷണ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നു. ആ വർദ്ധിച്ചു വരുന്നതായിട്ട് സമയത്ത് ഗുണകർമ്മജാനി മലാനി, ഗുണങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന കർമ്മങ്ങള്, ആ കർമ്മങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നതായിട്ടുള്ള മലം അല്ലെങ്കിൽ ചളി, അത് ചേതഹ യർഹി വിധമേത്, എപ്പോഴാണോ നമ്മുടെ അന്ധക്കരണം ആ മാലിന്യത്തിൽ നിന്നും വിമുക്തമായിട്ട് തീരുന്നത്, അപ്പൊ നമ്മുടെ അന്ധക്കരണം വിശുദ്ധമായിട്ട് തീരുന്നു. വിശുദ്ധേ തസ്മിൻ, ആ പരിശുദ്ധമായിട്ട് ചേതസ്സില് ആത്മതത്വം ഉപലഭ്യതേ, ആത്മതത്വം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഉദാഹരണം പറഞ്ഞു തന്നു. കണ്ണില് തിമിരമുണ്ട് എന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം നമുക്ക് അറിയാൻ സാധിക്കില്ല. കണ്ണിലുള്ളതായിട്ടുള്ള തിമിരം മാലിന്യമാണ്. അതിനെ അകറ്റൂ. അതിനെ അകറ്റിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശം നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകുന്നത് പോലെ. അപ്പൊ എന്ത് പറഞ്ഞു? ആ കർമ്മം കൊണ്ടാണ് മലമുണ്ടാവുന്നത്. ആ കർമ്മം കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള മലത്തെ കർമ്മം കൊണ്ട് തന്നെ ഇല്ലാതാക്കണം. ഒരു മുള്ള് കാലിൽ തറച്ചു കഴിഞ്ഞാൽ വേറൊരു മുള്ളെടുത്തിട്ട് 2 മുള്ളും വലിച്ചെറിയുന്നത് പോലെ. അപ്പോ എങ്ങനെ കർമ്മം ചെയ്യണം? ആ ചെയ്യുന്നതായിട്ടുള്ള ആ കർമ്മത്തിന്റെ മാർഗമാണ് കർമ്മയോഗമായിട്ട് പറഞ്ഞത്. കർമ്മയോഗം കൊണ്ട് ഹൃദയത്തെ കർമ്മവിമുക്തമാക്കണം.
അപ്പൊ ഉടനെ തന്നെ നിമി ചക്രവർത്തിക്ക് 6ാമത്തെ ചോദ്യം ചോദിക്കാനുള്ളതായിട്ടുള്ള അവകാശം കിട്ടി. അദ്ദേഹം ചോദിച്ചു, കർമ്മയോഗം എന്നുള്ളത് എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്നത്, പരിശുദ്ധീകരിക്കുന്നത്, അതാണല്ലോ കർമ്മയോഗം എന്നങ്ങ് പറഞ്ഞത്. ആ കർമ്മയോഗം എന്ത് എന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് ആവിർഹോത്രൻ എന്ന് പേരുള്ളതായിട്ടുള്ള നവയോഗി അദ്ദേഹം ഉത്തരം പറഞ്ഞു, വേദങ്ങളില് കർമ്മങ്ങള്, അകർമ്മങ്ങള്, വിഹിത കർമ്മങ്ങള് ഇതൊക്കെ പറഞ്ഞിരിക്കണു. പക്ഷേ ഇതൊക്കെ പറഞ്ഞതായിട്ട് സമയത്ത് അതിന്റെ ഉദ്ദേശം കർമ്മഫലബന്ധത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പറയുന്നു അവിടെ, അയം വേദ പരോക്ഷവാദ കർമ്മമോക്ഷായ കർമാണി വിദത്തെ. നേരിട്ടല്ല വേദം നമുക്ക് പറഞ്ഞു തരുന്നത്, പരോക്ഷമായിട്ടാണ് പറഞ്ഞു തരുന്നത്. കർമ്മം ചെയ്യൂ എന്ന് പറയുന്നതായിട്ട് സമയത്ത് കർമ്മം ചെയ്യാനല്ല പ്രേരണ, ആ കർമ്മം ചെയ്തിട്ട് ആ കർമ്മത്തെ പിന്നീട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് കർമ്മവും നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അത് ചെയ്യാതിരിക്കാനാണ് പിന്നീട്. പക്ഷെ ഒരിക്കലും ചെയ്യാതിരിക്കണം. അതാണ് കർമ്മഫല ബന്ധങ്ങളിൽ നിന്നും മോചിതരായിട്ട് തീരുക എന്നുള്ളത് പറഞ്ഞത്. എന്തോ സ്വർഗാദി സുഖങ്ങളൊക്കെ തന്നെ എന്താണ് യജ്ഞയാഗാദികളാകുന്നതായിട്ടുള്ള കർമ്മങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായിട്ട് സമയത്ത് അതിന് ഉദാഹരണം പറഞ്ഞു, കുട്ടിക്ക് മരുന്ന് കൊടുക്കണം, പക്ഷെ അവൻ ആ കഷായം കഴിക്കില്ല. അപ്പൊ എന്ത് പറഞ്ഞു? ദാ കഷായം കഴിച്ചോളൂ, നിനക്ക് മധുരം തരാമെന്ന്. അപ്പൊ കുട്ടിക്ക് ഈ മധുരം കൊടുക്കുന്നത് കഷായം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മധുരം തിന്നാൻ വേണ്ടിയിട്ടല്ല. ഓർക്കണം, ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിക്കാനാവാത്ത സാധാരണക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും വിഹിത കർമ്മങ്ങളെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരുന്നത് കൊണ്ടുള്ളതായിട്ടുള്ള പാപം സ്വീകരിച്ചിട്ട് അവർ ജനന മരണങ്ങളിൽ പെടും. അതുകൊണ്ട് എന്ത് വേണം? ഫലാസക്തിയില്ലാതെ ഭഗവത് അർപ്പണമായിട്ട് വിഹിത കർമ്മം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ക്രമേണ ആ സാധകന് ജ്ഞാനമുണ്ടാവും, തദ്വാര സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നു, 3-ാം അധ്യായം 46-ാമത്തെ ശ്ലോകം, വേദോക്തമേവ കുറുവാണ് നിസ്സംഗോർപ്പിതം ഈശ്വരേ നൈഷ്കർമ്മ്യാം ലഭതേ സിദ്ധിം രോചനാർത്ഥ ഫലശ്രുതി. വേദോക്തം, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യണം. എങ്ങനെ? നിസ്സംഗ, ഫലത്തില് സംഘമില്ലാണ്ട് ആസക്തിയില്ലാണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ ചെയ്യുന്ന കർമ്മത്തെ ഈശ്വരെ അർപ്പിത, ആ ഭഗവാനിൽ അർപ്പിക്കുകയും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈഷ്കർമ്മസിദ്ധി അവന് ലഭിക്കുന്നു. ഫലശ്രുതി പറഞ്ഞിരിക്കണം, സ്വർഗത്തിൽ പോവാം, അതനുഭവിക്കാം, ഇതനുഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ സാധാരണ സ്തോത്രങ്ങളിൽ തന്നെയുണ്ട്. രാവിലെ ചൊല്ലിയാൽ ഇന്ന ഗുണം, വൈകുന്നേരം ചൊല്ലിയാലോ 3 നേരം ചൊല്ലിയാലോ എന്നൊക്കെ പറഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാവരുത്. അതെന്തിനാണ്? രോചനാർത്ഥ, ആ കർമ്മത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ കർമ്മത്തില് നമ്മള് പ്രേരിപ്പിച്ചിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കർമ്മത്തിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അത് ക്രമേണ നമ്മളെ കർമ്മഫലത്യാഗത്തിൽ എത്തിക്കണം. അപ്പോഴാണ് അജ്ഞാന ഗ്രന്ഥികള് അഹം മമ എന്നുള്ള പറയണു, അഹം ദേഹ ബുദ്ധി എന്ന് പറയണു, ഇതൊക്കെയാണ് ഗ്രന്ഥികളായിട്ട് പറയുന്നത്. ഈ ഗ്രന്ഥികളെയൊക്കെ തന്നെ മുറിച്ച് കളയാൻ ആഗ്രഹിക്കുന്നതായിട്ട് സാധകൻ എന്ത് വേണം? ഭഗവാനെ വൈദിക താന്ത്രിക കർമ്മമാർഗങ്ങളിൽ കൂടിയിട്ട് ഉപാസിക്കണം എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഈ മാർഗങ്ങളാകട്ടെ ഗുരുമുഖത്തു നിന്ന് നേരിട്ട് കേട്ട് പഠിക്കേണ്ടവയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പൂജ പോലും ആ പൂജാവിധി എന്താണ്? 5 ഉപചാരങ്ങളെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ വായിക്കണോ, പഞ്ചസംഖ്യോപചാരിണേ, 5 തരത്തിലുള്ളതായിട്ടുള്ള ഉപചാരങ്ങള്. 5 ഉപചാരങ്ങൾ എന്തൊക്കെയാണ് പറയണു? ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യമായിട്ടാണ് പറഞ്ഞത്. ഗന്ധം നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് സമയത്ത് എന്തിനെയാണ് സമർപ്പിക്കുന്നത്? ഗന്ധം എന്നുള്ളത് പൃഥ്വി അംശത്തിന്റെ പ്രത്യേക ഗുണമാണ്. അതുകൊണ്ട് ഗന്ധ സമർപ്പണം എന്ന് വെച്ചാൽ പൃഥ്വി അംശത്തെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. പുഷ്പം ആകാശതത്വമാണ്. അതുകൊണ്ട് പുഷ്പം സമർപ്പിക്കുന്നതായിട്ട് സമയത്ത് ആകാശമാകുന്ന ഭൂതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ്. ധൂപം വായുവാണ്, ദീപം അഗ്നിയാണ്, നൈവേദ്യം ജലം രുചിയാണ്. അപ്പൊ എന്ത് ചെയ്യണോ? ധൂപദീപ നൈവേദ്യ സമർപ്പണത്തോട് കൂടിയിട്ട്
പൃഥ്വി അംശത്തെയും ആകാശാംശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സമർപ്പിക്കണമെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളെ സമർപ്പിക്കണോ. എന്താണ് പഞ്ചഭൂതങ്ങള്? പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ശരീരത്തെ ഹേ ഭഗവാനെ ഞാനിതാ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ വളരണം. അപ്പോഴേ പൂജ കൊണ്ടുള്ളതായിട്ടുള്ള പ്രയോജനം നമുക്ക് സിദ്ധിക്കുന്നുള്ളൂ എന്നാണ്. മിഥ്യയാണ് ശരീരം, മിഥ്യയായിട്ടുള്ള ശരീരത്തെ സമർപ്പിക്കൂ എന്നാണ് അവിടെ പറഞ്ഞു തന്നത്. അവിടെ പൂജാതി ഉപാസനാ മാർഗങ്ങൾ സഗുണ സാകാര ഈശ്വര ഭാവത്തോട് കൂടിയിട്ട് ചെയ്യേണ്ടവയാണല്ലോ. ഭഗവാനാകട്ടെ പലതരത്തിലുള്ളതായിട്ടുള്ള രൂപങ്ങളിൽ അവതരിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ളതായിട്ടുള്ള ലീലകൾ ആടിയിട്ടുണ്ട്. അത്തരം അവതാരങ്ങളെ കുറിച്ചിട്ടും ലീലകളെ കുറിച്ചിട്ടും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിമിച്ചക്രവർത്തി ആ സമയത്ത് 7ാമത്തെ ചോദ്യം അവിടെ ചോദിച്ചു. അതിനുത്തരം പറഞ്ഞത് ദ്രുമിളൻ എന്ന പേരുള്ളതായിട്ടുള്ള നവയോഗിയാണ്. അദ്ദേഹം പറഞ്ഞു, ഭൂമിയിലുള്ളതായിട്ടുള്ള മണൽ തരികളെ വേണമെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താം, പക്ഷെ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചിട്ട് ഒരിക്കലും സാധിക്കില്ല. ഭഗവാൻ എന്ത് ചെയ്തു? പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു, അവയെ ചേർത്തിട്ട് ഈ വിശ്വത്തെ മുഴുവൻ തന്നെ സൃഷ്ടിച്ചു, അതിൽ പ്രവേശിച്ചു ഭഗവാൻ. നേരത്തെ നമ്മൾ കണ്ടു, ഇപ്രകാരം ഭഗവാൻ അതിൽ പ്രവേശിച്ചതായിട്ട് സമയത്ത് പുരുഷനായിട്ട് തീർന്നു. പുരിയിൽ ശയിക്കുന്നവൻ, പുരി എന്നുള്ളത് ഉപാധിയാണ്, ആ ഉപാധിസ്ഥനായിട്ട് തീർന്നു ഭഗവാൻ. ആ ഉപാധിസ്ഥനായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? രജോ ഗുണവുമായിട്ട് ചേർന്നു. ആ രജോ ഗുണവുമായിട്ട് ചേർന്നപ്പോ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവായിട്ട് തീർന്നു എന്നാണ്. സ്വരൂപം കൊണ്ട് വാസ്തവത്തിൽ അദ്ദേഹം പരിശുദ്ധമായിട്ടുള്ള ബോധസ്വരൂപമാണ് എന്നുണ്ടെങ്കിലും രജോ ഗുണവുമായിട്ട് ചേർന്നിട്ട് അദ്ദേഹം ബ്രഹ്മാവായിട്ട് തീർന്നു. സത്വഗുണവുമായിട്ട് ചേർന്നിട്ട് ഇതിനെല്ലാം തന്നെ പരിപാലിക്കുന്നതായിട്ടുള്ള വിഷ്ണുവായിട്ട് തീർന്നു. തമോ ഗുണവുമായിട്ട് ചേർന്നിട്ട് ലയകർത്താവായിരിക്കുന്നതായിട്ടുള്ള രുദ്രനുമായിട്ട് തീർന്നു എന്നുള്ളതാണ്. നോക്കൂ, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോരോ പ്രത്യേക പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ശരീരമെടുക്കുന്നു. നമ്മളൊക്കെ ഓരോരോ പ്രവൃത്തി എടുക്കുമ്പോൾ എന്തുണ്ട്? ഓരോരോ വസ്ത്രം ധരിക്കുന്നില്ലേ? അതേപോലെ വീട്ടിലിരിക്കുന്ന വസ്ത്രത്തോട് കൂടിയിട്ടല്ല ഓഫീസിലേക്ക് പോകുന്നത്. ഓഫീസിൽ നിന്നും തിരിച്ചു വന്നു കഴിഞ്ഞാല് ക്ലബിലേക്ക് പോകുന്നതായിട്ട് സമയത്ത് വേറൊരു വസ്ത്രമാണ്. വൈകുന്നേരം ഒരു കല്യാണത്തിനോ ഒരു ടീ പാർട്ടിക്കോ പോകുന്നതായിട്ട് സമയത്ത് നിങ്ങൾ വസ്ത്രം മാറുന്നു. വീട്ടിൽ രാത്രി കിടക്കാൻ പോകുമ്പോ വസ്ത്രം മാറുന്നു. പുറത്ത് എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുറ്റത്ത് എന്തെങ്കിലും ആ മണ്ണിൽ പണിയെടുക്കാൻ പോകുന്നതായിട്ട് സമയത്ത് വേറെ വസ്ത്രം ധരിക്കുന്നു. നമ്മൾ ഇപ്രകാരം ഓരോരോ പ്രവൃത്തിക്കനുസരിച്ചിട്ട് വസ്ത്രം ധരിക്കുന്നു. ഭഗവാനാകട്ടെ ഓരോരോ പ്രവൃത്തിക്കനുസരിച്ചിട്ട് തന്റെ രൂപം തന്നെ, ശരീരം തന്നെ മാറുന്നു. ശരീരം എന്താണ്? വസ്ത്രം തന്നെയാണ്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, വാസാംസി ജീർണാനി യഥാവിഹായ എന്നുള്ളതായിട്ട് ശ്ലോകത്തിൽ പറഞ്ഞു. വസ്ത്രം നമ്മൾ മാറ്റുന്നത് പോലെ ശരീരത്തെ മാറ്റിക്കൊണ്ടിരിക്കണം. ഭഗവാൻ അത് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനൊരു രൂപം, വിഷ്ണുവിന് വേറൊരു രൂപം, ശിവന് വേറൊരു രൂപം. വാസ്തവത്തിൽ വേറെ വേറെയല്ല, ഒന്ന് തന്നെ എന്നർത്ഥം. മാത്രമല്ല ദ്രുമിളൻ അവിടെ പറഞ്ഞു കൊടുത്തു, ഇദ്ദേഹം ഭഗവാൻ ഇതേമാതിരി പ്രത്യേകം ആവശ്യങ്ങൾക്ക് പലതരത്തിലായിട്ടുള്ള അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. നരനാരായണ അവതാരമുണ്ട്, ദത്താത്രേയ അവതാരമുണ്ട്, സനത്കുമാരന്റെ അവതാരമുണ്ട്, ഋഷഭന്റെ അവതാരമുണ്ട്, ഹയഗ്രീവന്റെ അവതാരമുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോയാൽ അവസാനമില്ല. അവതാര അസംഖ്യേയ എന്ന് ഭാഗവതം ആദ്യം പറഞ്ഞു. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുന്ന അവതാരം ദശാവതാരങ്ങൾ പറയണു. മത്സ്യകൂർമ്മ തുടങ്ങിയിട്ടുള്ള ദശാവതാരങ്ങൾ പറയണു. ഇനി വരാൻ പോകുന്നതായിട്ട് ഒരു അവതാരത്തെ കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. 10ാമത്തെ അവതാരം അത് കൽക്കി അവതാരമാണ്. അത് ഭഗവാൻ എന്ത് ചെയ്യുന്നു? കലിയുഗത്തിൻ്റെതായിട്ടുള്ള അവസാനത്തില് അവതരിക്കാൻ പോകുന്നു കൽക്കിയായിട്ട് എന്നാണ്. എന്തിനാണ് കൽക്കി അവതരിക്കുന്നത്? കൽക്കി ശൂദ്രന്മാരായിരിക്കുന്ന ഭരണാധികാരികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ശൂദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമോ ഗുണപ്രധാനി എന്നാണ് അർത്ഥം. തമോ ഗുണപ്രധാനിയായിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരിക്കാൻ അറിയില്ല. അവർക്ക് ജനങ്ങളുടെ ക്ഷേമം ഒരിക്കലും തന്നെ നൽകാൻ അവർക്ക് സാധിക്കില്ല. അവർക്ക് പ്രജകളെ രക്ഷിക്കാൻ പറ്റില്ല. നീതി വ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രജകളെല്ലാവരും തന്നെ അശാന്ത മനസ്സോടുകൂടിയിട്ട് കഴിയുന്നവരായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട. നമ്മൾ ഇന്ന് കാണുന്നത്, ഇന്ന് അനുഭവിക്കുന്നത് അത് തന്നെയാണ്. ഭരണാധികാരികള് ശൂദ്രന്മാരാണ്. എന്ത് നിയമം കൊണ്ടുവരണം എന്നവർക്കറിയില്ല.
പാർലമെന്റിൽ പോയിട്ടും അസംബ്ലിയിൽ പോയിട്ടും എന്താ ചെയ്യണത്? വാക്കൌട്ടല്ലേ നടത്തുന്നത്? എന്ത് നിയമം ഉണ്ടാക്കുന്നത്? ഇനി ഉണ്ടാക്കിയ നിയമം വല്ലതും ഇവിടെ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് അവർ സാധിക്കുന്നുണ്ടോ? അവർക്ക് അതുമില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ശൂദ്രന്മാരാണ് ഭരിക്കുക. ആ ശൂദ്രന്മാർ ഭരിക്കുന്നതായിട്ട് സമയത്ത് അത് കലിയുഗത്തിന്റെ അവസാനമാണ് പറഞ്ഞത്. കലിയുഗം ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. 5000 വർഷമേ ആയിട്ടുള്ളൂ. ഇനിയും എത്രയോ വർഷങ്ങൾ വരാനിരിക്കുന്നു. അതിന്റെ അവസാനത്തില് ശൂദ്രന്മാരായിട്ടുള്ള അവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൽക്കിയുടെ അവതാരം അടിക്കുന്നു. അപ്പോഴാണ് നിമി ചക്രവർത്തിയുടെ ഉള്ളില് വേറൊരു ചോദ്യം വന്നത്. ഇപ്രകാരം മനസ്സമാധാനം സിദ്ധിക്കാത്തവരാണ് ഇപ്പോഴാ എല്ലാവരും തന്നെ ഉള്ളത്. അവര് ആഗ്രഹങ്ങളെ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടിരിക്കണോ? ഭഗവാനിൽ അവർക്ക് ഭക്തിയില്ല. അവരുടെ ഗതി എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ശമസൻ എന്നു പേരുള്ളതായിട്ട് നവയോഗിയാണ് അതിനുത്തരം പറഞ്ഞത്. മനുഷ്യരുടേതായിട്ടുള്ള വ്യത്യസ്തമായിരിക്കുന്ന പെരുമാറ്റം, പ്രവൃത്തി, ചിന്തകള് ഇതിനൊക്കെ കാരണമായിരിക്കുന്ന ത്രിഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇവിടെ സൃഷ്ടിക്കുന്നതായിട്ട് സമയത്ത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് ആ ത്രിഗുണങ്ങളുടേതായിട്ടുള്ള ഏറ്റക്കുറച്ചില്, തോത്, അതിനനുസരിച്ചിട്ട് നമ്മളെ എല്ലാവരെയും 4 വിഭാഗത്തിൽ പെടുത്തി. സത്വഗുണ പ്രധാനികളായിരിക്കുന്ന ബ്രാഹ്മണരെന്നും രജോ ഗുണ പ്രധാനികള് തൊട്ടടുത്തുണ്ട് സത്വഗുണമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷത്രിയന്മാരെന്നും, മൂന്നാമതായിട്ട് രജോ ഗുണ പ്രധാനികളാണ് എന്നുണ്ടെങ്കിലും അതിന്റെ തൊട്ട് പിന്നാലെ അവർക്കുള്ളത് തമോ ഗുണമാണ്. അവരെ പറഞ്ഞത് വൈശ്യന്മാരായിട്ടും, നാലാമതായിട്ട് തമോ ഗുണ പ്രധാനികളായിട്ടുള്ള ശൂദ്രന്മാരായിട്ടും. ഇത് സൃഷ്ടിയിൽ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു തസ്യ കർത്താരം അഭിമാം വിദ്ധി അകർത്താരം അവ്യയം എന്ന് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞു. ഇത് തന്നെ ആ വിരാട് പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ വെച്ച് പറയണതായിട്ട് സമയത്ത് പറഞ്ഞു. ആ ഭഗവാന്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണനുണ്ടായി. ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരോ തദസ്യേദ്വൈശ്യഃ പദ്ഭ്രാഗം ശൂദ്രോ അജായത. ഇപ്രകാരം ഭഗവാന്റെ വിരാട് സ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വർണ്ണങ്ങൾ ഉണ്ടായി. എന്താ വ്യത്യാസം? അത് ഈ 3 ഗുണങ്ങളുടേതായിട്ടുള്ള ചേരുവയാണ്, അതിൻ്റെതായിട്ടുള്ള തോതാണ്. ഇപ്രകാരം ഇരിക്കുന്ന ഭഗവാനെ സൃഷ്ടികർത്താവായിട്ട് നമ്മൾ അറിയണോ? ആ ഭഗവാനാണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നു. പക്ഷേ ആ ഭഗവാനെ നമ്മൾ ഉപാസിക്കുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നതായിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ നിന്ന് നമ്മൾ വഴുതിപ്പോയി എന്നാണ് അർത്ഥം. ഇപ്രകാരം വർണ്ണാശ്രമ ധർമ്മങ്ങൾ ചെയ്യാണ്ട് അതിൽ നിന്ന് വഴുതിപ്പോയാൽ തീർച്ചയായിട്ടും നാരകീയമായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് നമ്മൾ വീണു പോകുന്നു എന്നാണ്. നോക്കൂ, നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഗുണങ്ങളുടെ ചേരുവയ്ക്ക് കാണാൻ അകത്തുള്ളതായിട്ടുള്ള കാലാവസ്ഥയായിട്ട് പറയുന്നത്. പുറത്തൊരു കാലാവസ്ഥയുണ്ട്, അകത്തൊരു കാലാവസ്ഥയുണ്ട്. പുറത്തുള്ള കാലാവസ്ഥയേക്കാൾ അകത്തുള്ള കാലാവസ്ഥയാണ് നമ്മളെ കൂടുതൽ ബാധിക്കുന്നത്. 42 ഡിഗ്രി 44 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ ഹൈദരാബാദില് ആ ഉച്ചവേലത്ത് നിങ്ങൾ നടന്നു പോകുന്നു കുട ചൂടാതെ. എന്തുകൊണ്ട്? ആ ചാർമീനാറ് കാണാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. അവിടെ പുറത്തുള്ളതായിട്ടുള്ള കാലാവസ്ഥ അത്രയും ചൂടുണ്ട് എന്നുണ്ടെങ്കിലും അകത്തുള്ള കാലാവസ്ഥ അനുയോജ്യമായതുകൊണ്ട് നിങ്ങൾ ചൂടറിയാതെ നടന്നുകൊണ്ടിരിക്കണോ? കണ്ടില്ലേ? അപ്പൊ ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഈ കാലാവസ്ഥക്കനുസരിച്ചിട്ട്, അതായത് ഗുണങ്ങളുടെ ചേരുവയ്ക്കനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെതായിട്ടുള്ള ഫലം സഞ്ചിതമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നു ചേർന്നിരിക്കുന്നു. അത് പാകപ്പെടുന്നു. അത് പാകപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രാരബ്ധമായി കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് ആ വാസന എവിടെ വരുന്നു? ബുദ്ധിയിൽ ആഗ്രഹമായിട്ട് വരുന്നു. ബുദ്ധിയിൽ ആഗ്രഹമായിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് മനസ്സിലേക്ക് ചിന്തകളായിട്ട് വരണോ? മനസ്സിൽ ചിന്തകൾ പ്രബലമായി കഴിഞ്ഞാൽ അത് ശരീരത്തിൽ കർമ്മമായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ ഓരോരോ അനുഭവ മണ്ഡലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രത്യേകമായിട്ടുള്ള അനുഭവ മണ്ഡലങ്ങളിൽ നമ്മൾ എത്താനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കർമ്മഫലം ഈ ഒരു അനുഭവത്തെ എനിക്ക് തരാൻ വേണ്ടിയിട്ട് പക്വമായിരിക്കണോ? ആ പക്വമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഓരോരോ അനുഭവ മണ്ഡലങ്ങളിൽ എത്തിച്ചേരുന്നതായിട്ട് സമയത്ത് നമ്മൾ ഓർക്കണം, ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള കർമ്മഫലം, ആ സഞ്ചിതമായിട്ടുള്ള ഫലം ഇപ്പൊ പ്രാരബ്ധമായിരിക്കുന്നു. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ ആ അനുഭവ മണ്ഡലത്തിൽ എന്തെല്ലാം കർമ്മം ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നുവോ അതിനെ മുഴുവൻ തന്നെ
ഭഗവത് അർപ്പണമായിട്ട് ഈശ്വര സ്മരണയോട് കൂടിയിട്ട് ആ ഈശ്വരനോട് ഭക്തിയോട് കൂടിയിട്ട് ഈശ്വര അർപ്പണമായിട്ട് അത് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് മനഃശുദ്ധി നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ജ്ഞാനവും സാക്ഷാത്കാരവും ഒക്കെ തന്നെ ഉണ്ടാവുന്നത്. അദ്ദേഹം പറഞ്ഞു, ചമസൻ പറഞ്ഞോടെ സ്ത്രീകളായിട്ടുള്ളവരും ശൂദ്രന്മാരായിട്ടുള്ളവരും, സ്ത്രീകളെന്ന് വെച്ചാൽ മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നവര് എന്നർത്ഥം. അല്ലാണ്ട് സ്ത്രീ ലിംഗ വ്യത്യാസമല്ല അവിടെ പറയുന്നത്. മനസ്സഞ്ചലമുള്ളവരും അതേമാതിരി തന്നെ തമോ ഗുണ പ്രധാനികളായിട്ടുള്ളവരും ഭഗവാനെ കുറിച്ച് കേൾക്കാത്തവരായിരിക്കും. അവര് ദയാവായ്പോട് കൂടിയിട്ട് അവർക്ക് ഭഗവാനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ അതേ സമയത്തോ ആദ്യത്തെ 3 വർണ്ണങ്ങളിൽപ്പെട്ടവര് ജനനം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭഗവാന്റെ പാദങ്ങളിൽ എത്തിയിട്ടുള്ളവരാണ്, അതിന്റെ സമീപത്തെത്തിയിട്ടുള്ളവരാണ്. പക്ഷെ അവര് ഭഗവത് തത്വം ഗ്രഹിക്കുന്നില്ല. അവര് വെറും വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ഭഗവാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലാണ്ട് അവര് ഭഗവാനെ ആരാധിക്കുന്നതിന്റെ പ്രയോജനം അവര് മനസ്സിലാക്കുന്നില്ല. വൈദിക കർമ്മങ്ങളുടെ ഭൗതികമായിട്ടുള്ള അർത്ഥം മാത്രമേ അവർ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർ കുഴപ്പത്തിൽ പെടുന്നു. അവര് വിഡ്ഢികളാണ് എന്നുണ്ടെങ്കിലും സ്വയം വിദ്വാൻമാരായിട്ട് അവരെ സ്വയം അവിടെ സങ്കല്പിക്കുന്നു. രജോ ഗുണം കൊണ്ട് അവര് ബാധിക്കപ്പെട്ടിരിക്കണോ. അതുകൊണ്ട് തന്നെ അവർ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. കാമുകാഹ എന്ന് അവരെ പറഞ്ഞത്. ആഗ്രഹങ്ങൾ എത്ര വേണമെന്നുണ്ടെങ്കിലുണ്ട്. അഹിമന്യവഹ, പാമ്പിനെ പോലെ അവർക്ക് കോപമുണ്ട് എന്നാണ് യോഗി അവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ദമ്പത്തോട് കൂടിയിട്ട് ദുരഭിമാനത്തോട് കൂടിയിട്ട് പാപികളായിട്ടുള്ളവര് ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളവരെ പലപ്പോഴും പരിഹസിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയ സുഖത്തെ കുറിച്ച് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ, ഇന്ദ്രിയ സുഖം മാത്രമേ അവർ പറയുന്നുള്ളൂ. അവരില് ലൈംഗികമായിട്ടുള്ള ആസക്തി ഏറി വരുന്നു. അവരെന്തെങ്കിലും യജ്ഞമോ അല്ലെങ്കിൽ യാഗമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ദാനം, അന്നദാനം എന്നുള്ളത് ഉണ്ടാവില്ല. പശുഹിംസ ഉണ്ട് അവിടെ. അതെന്തിനു വേണ്ടിയിട്ട്? മാംസഭക്ഷണത്തിന് വേണ്ടിയിട്ട്. സോമപാനമുണ്ട് അവിടെ. എന്തിനു വേണ്ടിയിട്ട്? അത് മദ്യപാനത്തിന് വേണ്ടിയിട്ട്. വാസ്തവത്തില് വേദത്തില് പശുഹിംസയും അതേമാതിരി തന്നെ സോമരസപാനവും പറഞ്ഞിട്ടുള്ളത് എന്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഗ്രഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മാംസത്തെയും അതേമാതിരി തന്നെ മദ്യത്തെയും പ്രസാദമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നേരത്തെ പറഞ്ഞു പ്രസാദമായി കഴിഞ്ഞാൽ സംതൃപ്തിയാണ്, ഇനി എനിക്ക് വേണ്ട എന്നുള്ളതായിട്ട് സംതൃപ്തി ഉണ്ടാവുന്നു. അതിൽ ഇഷ്ടാനിഷ്ടങ്ങളില്ല. ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തത് കൊണ്ട് ഇനിയും എനിക്ക് വേണം എന്നൊരിക്കലും തന്നെ തോന്നില്ല. അപ്പൊ എന്തുണ്ട്? നമുക്ക് മെല്ലെ ആ മാംസത്തെയും അതേമാതിരി തന്നെ മദ്യത്തെയും ഒക്കെ തന്നെ ആ യജ്ഞപ്രസാദമായിട്ട് ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നതായിട്ട് സമയത്ത് അന്ധക്കരണ ശുദ്ധി നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ അന്ധക്കരണ ശുദ്ധി നേടിയിട്ട് വേണം ആത്മസാക്ഷാത്കാരം ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല സാധാരണക്കാര്. അവരതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ശരിക്ക് വേദങ്ങളെ സ്വാർത്ഥത്തിനായിക്കൊണ്ട് വളച്ചൊടിക്കുന്നു. മനുഷ്യന്റെ ലക്ഷ്യമായിട്ട് ഭഗവാനെയാണ് പറയുന്നത് വേദങ്ങള്. പക്ഷേ ആ വേദഭാഗങ്ങളെ അവർ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ അഭിപ്രായത്തില് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി? വിഷയ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. അവര് മൃത്യുവിനെ മറക്കുന്നു. അവര് സ്വത്തും സമ്പത്തും ഒക്കെ സ്വാർത്ഥപരമായിട്ട് പല വഴികളിൽ കൂടിയിട്ട് എല്ലാവരെയും ചൂഷണം ചെയ്തിട്ട് അവര് നേടിയെടുക്കുന്നു. ആ നേടിയെടുത്തതിനൊക്കെ തന്നെ മരണം ഒരു നിമിഷം കൊണ്ട് അനവസരത്തിൽ വന്നിട്ട് എല്ലാറ്റിനെയും കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശാസ്ത്രം പറഞ്ഞു തരണു, യജ്ഞത്തില് അവര് ഹിംസിച്ചിരിക്കുന്നതായിട്ടുള്ള ആ മൃഗങ്ങളുണ്ടല്ലോ, അവിടെ അവരെ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ്. നോക്കൂ, ഇവിടെ തന്നെ സഹജീവികളെ വെറുക്കുന്നവര്, അവരെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് അവർ വെറുക്കുന്നത്? തീർച്ചയായിട്ടും അവരെ ഭഗവാനെയാണ് വെറുക്കുന്നത്. കാരണം ഞാനായിരിക്കുന്നതും ഭഗവാനാണ്, നീയായിരിക്കുന്നതും ഭഗവാനാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയെന്നുണ്ടെങ്കിൽ അത് ഭഗവാനോടുള്ള ദേഷ്യമാണ്. ഭഗവാനോട് ആരെങ്കിലും ദേഷ്യപ്പെടുവോ? നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടല്ലേ മറ്റുള്ളവരോട് നമുക്ക് ദേഷ്യം തോന്നുന്നത്. ഭഗവാൻ ആരെങ്കിലും ഭയപ്പെടുമോ? നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഭാവം ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു ഭയം തോന്നുന്നത്, നിങ്ങളെ കാണുമ്പോൾ ഒരു അസൂയ തോന്നുന്നത്. ഇതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല എന്ന് പറയാം. അവര് ആത്മഹത്യയാണ് ചെയ്യുന്നത് എന്നാ പറയുക. അതാണ് വാസ്തവത്തിൽ ആത്മഹത്യ. കാരണം അവൻ എന്ത് ചെയ്യുന്നു? അവനവനെ തന്നെ താഴോട്ട് കൊണ്ടുപോകുന്നു. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. ഭഗവാൻ പറയും,
അവനവനെ തന്നെ ആത്മഹത്യ. മറ്റത് ശരീരഹത്യയാണ്. തൂങ്ങി മരിക്കുന്നത് ശരീരഹത്യയാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ ശരീരം വിട്ടിട്ട് വേറൊരു ശരീരത്തിൽ പോയിട്ട് ഈ ദുഃഖങ്ങളൊക്കെ വീണ്ടും അനുഭവിക്കേണ്ടി വരും. ഇതാണ് വാസ്തവത്തില് ആത്മഹത്യ. താഴോട്ട് കൊണ്ടുപോകുന്നു, നരകാദി ലോകങ്ങളിൽ പോയിട്ട് വീണ്ടും വീണ്ടും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോ നിമിചക്രവർത്തിക്ക് അവസാനത്തെ ചോദ്യം ചോദിക്കാനുള്ളതായിട്ടുള്ള അവകാശം കിട്ടി. 9ാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചു. യുഗഭേദമനുസരിച്ചിട്ട് ഭഗവാൻ വ്യത്യസ്ത രൂപത്തിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, യുഗധർമ്മം അനുസരിച്ചിട്ട് ഭഗവാന്റെ ഉപാസനാ മാർഗത്തിലും വ്യത്യാസമുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരൂ എന്ന് നിമിചക്രവർത്തി ചോദിച്ചു. അതിന് കരഭാജനൻ എന്നുള്ളതായിട്ടുള്ള അവസാനത്തെ നവയോഗി ഉത്തരം പറയുന്നു. 4 യുഗങ്ങളിൽ ഭഗവാൻ വ്യത്യസ്ത രൂപത്തിലാണ് കാണപ്പെടുന്നത്. സത്യയുഗത്തിലെ ഭഗവാന് വെളുത്ത നിറമാണ്, 4 തൃക്കൈകളാണ്, ജട ധരിച്ചിരിക്കുന്നു, ദണ്ഡവും കമണ്ഡലവും ധരിച്ചിരിക്കുന്നു, മുനിമാരെ പോലെയുള്ള വേഷമാണ് ഭഗവാന്റെ, മാൻതോലോ വൽക്കലമോ എല്ലാം തന്നെ ധരിച്ചിരിക്കുന്നു. ഭഗവാനവിടെ പേര് വൈകുണ്ഠൻ, ധർമ്മൻ, സുവർണൻ, യോഗേശ്വരൻ എന്ന് പല പേരിലാണ് ഭഗവാൻ അവിടെ അറിയപ്പെടുന്നത്. സത്യയുഗത്തിലിരിക്കുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാന്ത സ്വഭാവികളാണ് അവര്. എല്ലാ ജീവികളിലും സുഹൃത് ഭാവമാണ് അവർക്കുള്ളത്. കാരണം എല്ലാ ജീവികളിലും അവര് ഭഗവാനെ തന്നെ കാണുന്നു. ഭേദഭാവമേ ഇല്ല. ഇന്ദ്രിയ മനോനിഗ്രഹം എന്നുള്ളത് അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. അതുകൊണ്ട് ആ ആദ്യത്തെ യുഗത്തില് ധ്യാനമാണ് ഭഗവാനെ ഉപാസിക്കാനുള്ളതായിട്ടുള്ള മാർഗം. 2ാമത്തെ യുഗം ത്രേതായുഗം വന്നതായിട്ട് സമയത്ത് ജനങ്ങൾ വേദങ്ങളൊക്കെ തന്നെ അഭ്യസിക്കും. അതുകൊണ്ട് തന്നെ വൈദികമായിട്ടുള്ള യജ്ഞയാഗാദികളൊക്കെ തന്നെ ചെയ്യും. ഭഗവാൻ അവിടെ വിഷ്ണുവെന്നും യജ്ഞനെന്നും സർവദേവനെന്നും ജയന്തനെന്നും പേരോട് കൂടിയിട്ടാണ് അറിയപ്പെടുന്നത്. ചതുർഭുജനായിരിക്കുന്ന ഭഗവാൻ അവിടെ രക്തവർണ്ണത്തോടു കൂടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കേശമാകട്ടെ സ്വർണവർണ്ണത്തിലിരിക്കുന്നു. നേരെ മറിച്ചിട്ട് 3ാമത്തെ യുഗം ദ്വാപരയുഗം വരുന്നതായിട്ട് സമയത്ത് വാസുദേവൻ സംകർഷണൻ എന്നുള്ള പേരിൽ കൂടിയിട്ട് ഭഗവാൻ അവിടെ അറിയപ്പെടുന്നു. ആ ഭഗവാനെ ആളുകള് അർച്ചിക്കുന്നു, സ്തുതിക്കുന്നു ഒക്കെയാണ് ചെയ്യുന്നത്. കലിയിലാകട്ടെ നാമസങ്കീർത്തനമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കലിയുഗത്തിലാണ്, അതുകൊണ്ട് അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. പറയുന്ന ഒരു സ്തോത്രത്തില് ധ്യായൻ കൃതേ യജൻ യജ്ഞൈഹി ത്രേതായാം ദ്വാപരേഹേ അർച്ചയെന്ന് യദാപ്നോതി തദാപ്നോതി കലൗ സങ്കീർത്തിയ കേശവം. ധ്യാനമാണ് ചെയ്യേണ്ടത് കൃതയുഗത്തില്. യജ്ഞങ്ങളെ കണ്ട് ഭഗവാനെ യജിക്കുകയാണ് വേണ്ടത് ത്രേതായുഗത്തില്. ദ്വാപരയുഗത്തില് ഭഗവാനെ അർച്ചിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് യത് ആപ്നോതി, യാതൊന്ന് നേടിയെടുക്കുന്നു, തത് ആപ്നോതി, അത് നേടിയെടുക്കാൻ സാധിക്കുന്നു. എപ്പോ കലിയുഗത്തില് എന്താ ചെയ്യേണ്ടിയിരിക്കുന്നത്? കേശവം സങ്കീർത്തിയ, ആ ഭഗവാനെ സങ്കീർത്തിക്കൂ, അത് മാത്രമേ ചെയ്യണ്ടൂ. അതുകൊണ്ട് ബുദ്ധിമാന്മാരായിട്ടുള്ളവര്, സത്തുക്കളായിട്ടുള്ളവര് കലിയുഗത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഭഗവാനെ പ്രാപിക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കുന്നതായിട്ടുള്ള മാർഗം വെറും നാമസങ്കീർത്തനമൊന്നു മാത്രം. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, കലിയുഗത്തില് വളരെ ചുരുക്കം പേരെ ഇപ്രകാരം ഭഗവാനെ ഭക്തിയോടുകൂടിയിട്ട് ഉപാസിക്കുകയുള്ളൂ. അതിലൊരു പ്രത്യേകത പറഞ്ഞു തരണോ ഭാഗവതത്തില്? നമ്മുടെ തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദ്രവിഡ ദേശമായിട്ടാണ് പറഞ്ഞത്, പഞ്ചദ്രവിഡ ദേശമാണ് പറഞ്ഞത്. മഹാരാഷ്ട്രമായിട്ടും ഗുജറാത്തായിട്ടും കർണാടകമായിട്ടും ആന്ധ്രയായിട്ടും തമിഴ്നാടായിട്ടും ഉള്ളതായിട്ടുള്ള 5 ദ്രാവിഡ ദേശങ്ങൾ പറഞ്ഞു തരണോ? ഈ 5 ദ്രവിഡ ദേശങ്ങളില്, പഞ്ചദ്രവിഡ ദേശങ്ങളിൽ എന്താ പ്രത്യേകത? ധാരാളം തീർത്ഥ നദികളുണ്ടാവും. ആ നദികളുടെ കരയില് ഭക്തന്മാരുണ്ടാവും. അതാണ് നമ്മുടെ ഈ തെക്കേ ഇന്ത്യയില് നമ്മളിരിക്കുന്നതായിട്ട്. നമ്മള് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ഇവിടെ ജനിച്ചുപോയി. നമ്മുടെയൊക്കെ ഭാഗ്യം അല്ലാണ്ട് എന്ത് പറയാൻ വേണ്ടിയിട്ട്? ആ നദീതീരത്ത് വസിക്കുന്നതായിട്ടുള്ള ഭക്തന്മാര്, ആ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണോ, എല്ലാ കർമ്മങ്ങളും അവര് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കണോ, അവര് എല്ലാ ഋണങ്ങളിൽ നിന്നും മോചിതരായിട്ട് തീരുന്നു എന്നാണ്. നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് 5 കടങ്ങളോട് കൂടിയിട്ടാണ് ശാസ്ത്രം പറഞ്ഞു തരണോ. ദേവകടം, ഋഷിക്കടം, പിതൃക്കടം, നൃക്കടം, ഭൂതക്കടം, ഇങ്ങനെ 5 കടങ്ങളുണ്ട് എന്നാണ്. ആ ദേവന്മാരോടുള്ളതായിട്ടുള്ള കടൻ വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് പൂജാതി അർച്ചനാദികളൊക്കെ തന്നെ ചെയ്യുന്നത്, നാമസങ്കീർത്തനമൊക്കെ തന്നെ ചെയ്യുന്നത്. ഋഷിമാരോടുള്ള കടം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേദം പുരാണങ്ങളൊക്കെ തന്നെ അഭ്യസിക്കണം. പിതൃക്കളോടുള്ള കടം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മള്
ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചുറ്റുപാടുമുള്ളതായിട്ടുള്ള നരന്മാരോടുള്ള കടം വീട്ടാൻ വേണ്ടിയിട്ട് അതിഥിയജ്ഞം, അതിഥികളെ സ്വീകരിക്കണം, സൽക്കരിക്കണം. അവസാനമായിട്ട് ഭൂതങ്ങളോടുള്ളതായി കടം വീട്ടാൻ വേണ്ടിയിട്ട് വൈശ്വേദേവ യജ്ഞം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വൈശ്വേദേവ യജ്ഞം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മള് ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണം എടുത്തിട്ട് പുറത്ത് കൊണ്ടുവയ്ക്കുക. അത് പുറത്തുള്ളതായിട്ടുള്ള ഭൂതങ്ങൾ ഭക്ഷിക്കട്ടെ, പക്ഷികളോ അല്ലെങ്കിൽ മറ്റുള്ളതായിട്ടുള്ള പ്രാണികളോ മറ്റുള്ളതായിട്ടുള്ള മൃഗങ്ങളോ ഭക്ഷിക്കട്ടെ, അത് അവരെ തൃപ്തിപ്പെടുത്തും. ഇപ്രകാരം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ ജീവിത സാഫല്യം നേടാൻ വേണ്ടിയിട്ട്. ഇപ്രകാരം ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നവയോഗികളുടേതായിട്ടുള്ള ആ ഒരു സംവാദം അവസാനിപ്പിച്ചുകൊണ്ട് 5-ാമത്തെ അധ്യായം 42-ാമത്തെ ശ്ലോകത്തില് അദ്ദേഹം നവയോഗി പറഞ്ഞു തരണു. സ്വപാദമൂലം ഭജത പ്രിയസ്യ ത്യക്ത അന്യഭാവസ്യ ഹരിപരേശഃ വികർമ്മ യച്ചോത്പതിതം കദംക്ഷിത് ദുനോതി സർവം ഹൃദി സന്നിവിഷ്ടഃ. ആ ഭഗവാൻ ആ ഭക്തന്റേതായിട്ടുള്ള ഹൃദയത്തിലിരിക്കുന്നു. അവൻ എന്തെങ്കിലും അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ പോലും ഭഗവാൻ അവിടെ ഇല്ലാതാക്കുന്നു, അതിനെ പൊറുക്കുന്നു എന്നാണ് പറഞ്ഞു തരുന്നത് അവിടെ ശരിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടിയിരിക്കുന്നത് ഒന്നേയുള്ളൂ. ബൃഹത് നാരദീയ പുരാണം അതിൽ പറയണു, ഹരേർ നാമൈവ 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 മമ ജീവനം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥ. ഈ കലിയുഗത്തെ സംബന്ധിച്ചിടത്തോളം ഹരിയുടെ നാമം ഹരിയുടെ നാമം ഹരിയുടെ നാമം അതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഈ കലിയുഗത്തില് നാസ്ത്യേവ നാസ്ത്യേവ നാസ്ത്യേവ, ഇല്ലേ 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 ഇല്ല, എന്ത് അന്യഥാഗതി, വേറെയൊരു ഗതിയില്ല. അതുകൊണ്ട് ആ ഭഗവാൻ നമ്മളെ എല്ലാവരെയും ആ ഭഗവാന്റേതായിട്ടുള്ള നാമസങ്കീർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രേരിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രവൃത്തി എന്റെ ഗുരുദേവന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഹരി ഓം.